നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഖുയ്റ സുലൈമാനു ബൈനൽ മുൽക്കി വൽ മാലി വൽ ഇൽമി ഫഖ്താറൽ ഇൽമാ فوعتي الملك والمال لاختياره العلم നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം അടക്കി ഭരിച്ചതാകുന്ന ചക്രവർത്തിമാരിൽ പ്രമുഖനല്ലയോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ നൽകുകയാണ്, ഇഷ്ടം പ്രവർത്തിക്കാൻ അല്ലാഹു അവസരം നൽകുകയാണ്. ഖുയ്റ സുലൈമാനു ബൈനൽ മുൽക്കി വൽ മാലി വൽ ഇൽമി. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മൂന്ന് കാര്യങ്ങളെ അല്ലാഹു വെച്ച് നീട്ടുകയാണ്. ഒന്നായി അല്ലാഹു നൽകുന്നത്, ആദ്യമായി കൊടുക്കുന്നത് അധികാരത്തിന്റെ പരമോന്നതമായ പദവിയാണ്. രണ്ടാമതായി ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു നൽകുന്നത് സമ്പത്താണ്. ജീവിതാന്ത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടിയുള്ള സമ്പത്ത് നിനക്ക് നൽകാം. മൂന്നാമതായി അല്ലാഹു നൽകുന്നത് അറിവാണ്, വിജ്ഞാനമാണ്, ഇൽമാണ്. മൂന്ന് കാര്യങ്ങൾ വെച്ച് നീട്ടി. ഒന്നില്ലെങ്കിൽ നിനക്ക് ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം, അധീനാശക്തി നിനക്ക് ഞാൻ നൽകാം. അല്ലെങ്കിൽ നിനക്ക് എക്കാലഘട്ടത്തിലും ജീവിക്കാനുള്ള, നിന്റെ തലമുറകൾക്ക് വസിക്കാനുള്ള സമ്പത്ത് കൊണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. സമ്പത്ത് തരാം. നമ്മൾ പറയല്ലോ വരം കിട്ടുക എന്ന് പറയും. വരം കിട്ടുക, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ, മൂന്നാലൊന്ന് തിരഞ്ഞെടുക്കണം. ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ അധികാരം, അല്ലെങ്കിൽ സമ്പത്ത്, അല്ലെങ്കിൽ അറിവ്, വിജ്ഞാനം. ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഖുയ്റ സുലൈമാന ബൈനൽ മുൽക്കി വൽ മാലി വൽ ഇൽമി ഫഖ്താറൽ ഇൽമാ. സുലൈമാൻ നബി അലൈഹിസ്സലാം തിരഞ്ഞെടുത്തത് അറിവിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇൽമിനെ തിരഞ്ഞെടുത്തതിന്റെ കാരണത്താൽ അദ്ദേഹത്തിന് അല്ലാഹു ബാക്കിയുള്ളത് കൂടി നൽകുകയാണ്. ഫൗതിയൽ മാല വൽ മുൽക ലിഇഖ്തിയാരിൽ ഇൽമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഇൽമിനെ തിരഞ്ഞെടുത്തതിന്റെ പേരിൽ, അറിവിനെ ഇഷ്ടം വെച്ചതിന്റെ പേരിൽ, എനിക്ക് അറിവ് കിട്ടിയാൽ മതി, എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് അധികാരത്തിന്റെ പരമോന്നത പദവിയുണ്ട്, എന്നെ അനുഗ്രഹിക്കേണ്ട പടച്ചറപ്പേ, എനിക്ക് അറിവ് നൽകിയാൽ മതി എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അധികാരവും സമ്പത്തും നൽകി ആദരിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാസർഗോഡ് പൗവലിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹവും അത് തന്നെയാണ്. നിങ്ങൾ ഇഷ്ടം വെച്ചതും നിങ്ങൾ പ്രിയം വെച്ചതും ആലിമീങ്ങളെയാണ്, ഇൽമിനെയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളായി ഉറക്കമില്ലാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് പൗവൽ മഖാമിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട വിശ്വാസിനികൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശയോടടുക്കുമ്പോൾ മനസ്സിൽ ചിന്താഗതി കടന്നു വരുകയാണ്. എനിക്ക് മഖാമിന്റെ പരിസരത്തേക്ക് പോകണം, എനിക്ക് ഇൽമു നുകരണം, അറിവ് നുകരണം. ഇൽമിനെ തിരഞ്ഞെടുത്തവരല്ലേ, അതിനെ ബഹുമാനിച്ചവരല്ലേ, ആലിമീങ്ങളെ ആദരിച്ചവരല്ലേ, അല്ലാഹുവിന്റെ മഹത്തുക്കളാകുന്ന ഔലിയാക്കളുടെ ഉറൂസുകൾ കൃത്യമായി കെങ്കേമമായി നടത്തുന്ന കാസർഗോഡ് നിവാസികളല്ലേ, കോട്ടയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ. അതുകൊണ്ടല്ലേ അല്ലാഹു നിങ്ങൾക്ക് സുലൈമാൻ നബിക്ക് നൽകിയതുപോലെ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്തും നൽകി അനുഗ്രഹിച്ചില്ലയോ? ഇൽമിനെ തെരഞ്ഞെടുത്തതിന്റെ പേരിൽ, ഇൽമിന്റെ അഹ്ലുകാർ ആദരിച്ചതിന്റെ പേരിൽ, അവരോടുള്ള ബഹുമാന ആദരവുകൾ കാത്തു സൂക്ഷിച്ചതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആദരിച്ചുകൊണ്ട് അവരുടെ ഉറൂസുകൾ കൃത്യമായി ക്രിയാത്മകമായി നടത്തുന്നതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾക്കും സമ്പത്ത് നൽകിയില്ലേ? അല്ലാഹു നിങ്ങൾക്കും ഖൈറിനെ പ്രദാനം ചെയ്തില്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇത് നിലനിർത്തുമാറാവട്ടെ. ആലിമീങ്ങളെയും ഇൽമിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സമ്പത്തും അധികാരവും നൽകി അല്ലാഹു ആദരിക്കും. ഇൽമിനെ തിരഞ്ഞെടുക്കുന്നവന് എല്ലാം ലഭിക്കുമെന്നർത്ഥം. ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും ബഹുമാനിക്കണം, ആദരിക്കണം. ഇൽമിന്റെ സദസ്സ് പോലും വലിയ ആദരവാണ്.
നബിയോടൊരാളൊരു ദിനം സംസാരമാ അസറാണ് സമയം വഹിയും മിൻ സമാ നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്ത ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നിസ്കാരം കഴിഞ്ഞ് സ്വഹാബിയാകുന്ന ഒരു ചെറുപ്പക്കാരനെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ സുസ്മേരവദനായി പ്രവാചകന്റെ തിരുചാരത്തിരുന്നുകൊണ്ട് സംസാരിക്കുന്ന സഹോദരന്റെ ചാരത്തേക്ക് നസറൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. നബിയോട് ഒരാൾ ഒരു ദിനം സംസാരമാ അസറാണ് സമയം വഹിയും മിൻ സമാ നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്ത ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ നബിയേ തങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? ഈ ചെറുപ്പക്കാരന് 1 മണിക്കൂർ സമയം മാത്രമേ ഈ ലോകത്ത് ബാക്കിയുണ്ടാവുകയുള്ളൂ. 1 മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ വേർപെടുത്താൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമേ റസൂലേ, കടന്നു വരുമേ ഹബീബേ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുന്നതാണ്, എല്ലാ ആത്മാവും മരണത്തെ രുചിച്ചറിയുന്നതാണ്. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്ത ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. 1 മണിക്കൂർ സമയം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ ആത്മാവിനെ വേർപെടുത്തും റസൂലേ, തങ്ങൾ അദ്ദേഹത്തെ അറിയിക്കൽ നിർബന്ധമാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു വെച്ചപ്പോ ആദരവായ പ്രവാചകൻ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ്, അല്ലയോ സഹോദരാ ചെറുപ്പക്കാരാ, ഇനി 1 മണിക്കൂർ സമയം മാത്രമാണ് നിനക്ക് ഈ ലോകത്ത് ബാക്കിയുള്ളത്. നീ മരിക്കാൻ പോയാണ്, നിന്റെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്താൻ പോയാണ്. പ്രവാചകന്റെ വാക്ക് കേട്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ പ്രവാചകരോട് ചോദിക്കുകയാണ്, മാദാ അഫ്അലു ഫീ ഹാദൽ വഖ്തി യാ ഹബീബല്ലാഹ്. നബിയേ നബിയേ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം റസൂലേ? എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരന്റെ കാതിൽ പറയുകയാണ്, ഉതുലുബുൽ ഇൽമ, അറിവ് പഠിക്കണേ, ഇൽമ തേടണേ. നബിയുനാ റസൂലുള്ളാഹി കോട്ടയുടെ പരിസരത്തേക്ക്, മഖാമിന്റെ പരിസരത്തേക്ക് വാള് കേൾക്കാൻ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ സഹോദരാ, നീ ഇരിക്കുന്നത് ഒരു സാദാസീത മജ്‌ലിസിലല്ല, ഇൽമിന്റേതാകുന്ന മജ്‌ലിസിലാണ്. സ്വർഗീയമാകുന്ന ഉദ്യാനമായി പ്രവാചകനെ പഠിപ്പിച്ച മജ്‌ലിസല്ലയോ മജ്‌ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗീയമാകുന്ന ഉദ്യാനമാണ്, ഉദ്യാനമാണ്. ഇവിടെ വെച്ച് മരിച്ചാലും സ്വർഗമാണ്, സ്വർഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ ചെറുപ്പക്കാരനോട് പറയുകയാണ്, അവസാനമായിട്ട് നിനക്ക് 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. സമയം കളയരുതേ, കളയരുതേ. ഉതുലുബുൽ ഇൽമ, അറിവ് പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് സലാം ചൊല്ലിക്കൊണ്ട് മദീന പള്ളിയുടെ അകത്തളത്തിൽ ഇൽമിന്റെ ഹൽക്ക കണ്ടുകൊണ്ട് കയറി കൂടിയ മനുഷ്യൻ 1 മണിക്കൂർ കൃത്യമായി കഴിഞ്ഞപ്പോ ഖബല ഖാബിദുൽ അർവാഹ് മലക അസ്റായീൽ അലൈഹിസ്സലാം ചിറകടിച്ചുകൊണ്ട് ഇറങ്ങി വരുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിനെ പുറപ്പെടുത്തുകയാണ്. സഹാബത്ത് ഓടി വരുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വരുകയാണ്. നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് തുവഫിയ ദാലിക സ്വഹാബിയു യാ ഹബീബല്ലാഹ്. 1 മണിക്കൂർ സമയം മുമ്പ് തങ്ങൾ കൃത്യമായി ജീവിതത്തെ അടയാളപ്പെടുത്തി പറഞ്ഞ മനുഷ്യൻ ഇതാ മരണപ്പെട്ടു പോയി റസൂലേ, വഫാത്തായി പോയി റസൂലേ.
റസൂലേ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, വിഷമിക്കണ്ട സഹാബ, ദുഃഖിക്കണ്ട സഹാബ, അദ്ദേഹത്തിന്റെ കാര്യമോർത്ത് നിങ്ങൾ ആരും ആവലാതിപ്പെടേണ്ടതില്ല. അദ്ദേഹത്തിന്റെ 1 മണിക്കൂർ സമയമേ ഉള്ളൂ എന്ന് പറയുകയും ആ 1 മണിക്കൂർ സമയം ഇൽമു നേടാൻ പറഞ്ഞു വിട്ടതാണ്. അദ്ദേഹം അറിവ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടു പോയത്. ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗാവകാശിയാണ് സഹാബ, സ്വർഗത്തിലാണ് എത്തിയിട്ടുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇൽമിന്റെ മജ്ലിസിൽ വന്നു ചേർന്നിട്ടുള്ള സഹോദര സഹോദരി, നീ ഇരിക്കുന്നത് സ്വർഗീയമായ ഉദ്യാനമാ. ഇവിടെ വെച്ച് മരണപ്പെട്ടാൽ പോലും നിനക്ക് സ്വർഗമാണ്, സ്വർഗമാണ്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സാരമല്ല, ഈ മജ്ലിസിലിരുന്ന് മരിച്ചാൽ പോലും സ്വർഗ്ഗം. അതുകൊണ്ടല്ലേ ഹദീസിൽ പറഞ്ഞത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിത്താരിയിലേക്ക് ഇറങ്ങുന്ന പ്രിയപ്പെട്ട മുതഅല്ലിമേ, സഹോദരാ, ചെറുപ്പക്കാരാ, അതിന്റെ അറ്റം ചെന്ന് നിൽക്കുന്നത് സ്വർഗ്ഗത്തിലേക്കാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്, സ്വർഗത്തിലേക്കുള്ള വാതാനങ്ങൾ എളുപ്പമാവുകയാണ്. ഇൽമിനെ സ്നേഹിക്കുക, ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതിന്റെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നിങ്ങൾക്ക് തുറന്നിട്ട് നൽകിയത്. മറ്റ് ജില്ലക്കാരെക്കാൾ ഏറെ ഞാൻ മനസ്സിലാക്കുന്നു കാസർഗോഡ് ജില്ലക്കാർക്കുള്ള പ്രത്യേകത, കൂടുതൽ ഇൽമിനെയും ഇൽമിന്റെ അഖിലുകാരെയും മരണപ്പെട്ടുപോയ ഔലിയാക്കളെയും മഹത്തുക്കളെയും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ, അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിത കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഈ ഇരിക്കുന്നത് ആരും വലിയ PhD എടുത്ത അഖിലുകാരൊന്നുമില്ല, വലിയ അറിവും ഒന്നുമല്ല. ആ അറിവ് കൊണ്ടൊന്നും അല്ല നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതൊന്നും. നമുക്ക് കിട്ടിയിട്ടുള്ള നിഅമത്തുകൾ 30 വർഷങ്ങൾ 40 വർഷങ്ങൾക്ക് മുമ്പ് 000 ആയിരുന്ന ആളുകളായിരുന്നു ഭൂരിഭാഗം. വീടില്ല, കാറില്ല, വാഹനങ്ങളില്ല, ഭൂമിയില്ല, സ്വത്തില്ല, സമ്പാദിയില്ല, നല്ലൊരു ജോലിയില്ല. 30-40 വർഷങ്ങൾക്കിപ്പുറം 2024 നീ എത്തിയപ്പോ അള്ളാഹു നിനക്ക് മനോഹരമായ വീട് നൽകി, നല്ലൊരു വാഹനം നൽകി, നല്ലൊരു ഭാര്യയെ നൽകി, നല്ല സന്താനങ്ങളെ നൽകി, ആവശ്യത്തിനുള്ള പണം അല്ലാഹു നിനക്ക് നൽകി. ഒക്കെ കിട്ടിയത് ആലിമീങ്ങളെ, ദീനിന്റെ അഖിലുകാരെ, ഔലിയാക്കളെ ആദരിച്ചതിന്റെ കാരണത്താൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വേറൊന്നുമില്ല. ഈ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ചപ്പോ അല്ലാഹു നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നൽകി, അല്ലാഹു നിങ്ങൾ ആദരിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കൊടുത്തതുപോലെ ആണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. ഇൽമിനെയും ഇൽമിന്റെ അഖിലുകാരെയും സദസ്സിലൊക്കെ ബഹുമാനിക്കാൻ. അവിടെ പോയിരുന്നാലൊന്നും സ്വർഗം കിട്ടൂല, ഇൽമിന്റെ സദസ്സൊന്നും യാതൊരു കാര്യമില്ല എന്ന് പറയുന്നവർക്കാണ് മുഖത്തടിച്ചതുപോലെ 2 കാര്യങ്ങൾ സൂചിപ്പിച്ചത്, ഹദീസും ചരിത്രവും. നബിതങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു വ്യക്തി അവസാനത്തെ മണിക്കൂർ, അവസാന ശ്വാസം നിലയ്ക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം നബിതങ്ങൾ വാപ്പയെ പോയി കാണും, ഉമ്മയെ കാണും, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊന്നല്ല പറഞ്ഞത്. ഇൽമുമായി ബന്ധപ്പെട്ട് നീ നിലകൊള്ളേ. 1 മണിക്കൂർ അങ്ങനെ ബന്ധപ്പെട്ടതിന്റെ പേരിൽ നബിതങ്ങൾ പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയ നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം ഇരിക്കൂലേ, 1 മണിക്കൂർ ഇരിക്കൂലേ എല്ലാവരും? ഇരിക്കുന്നുള്ളവർ കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. എത്ര പേര്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരെങ്കിലും എഴുന്നേറ്റ് ധൈര്യമായിട്ട് പറയാൻ, അതിനു മുമ്പ് കൈ എഴുന്നേക്കുന്നതിന് മുമ്പ് ആദ്യം എഴുന്നേറ്റ് പോകാൻ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ബക്കറ്റൊന്നും കൊണ്ടുവന്നോളെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദസ്സ് അല്ലാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം എത്ര ആടാണ്? 100 ആട് കൊള്ള. എന്താ വേണം? മട്ടൻ ബിരിയാണി 115ഓളം ആടായി. 5 സെന്റ് ഇവിടെ വല്ല എടുത്ത് അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ പറഞ്ഞു
നിങ്ങൾക്ക് ഇതിനോടുള്ളൊരു മഹബത്തും മഹാന്മാരുടെ ഉറൂസ് നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട അവരുടെ പൊരുത്തം കിട്ടുന്നതിലും ഒക്കെ നിങ്ങൾക്കൊരു ഖൈർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. ഈ മഖാം ഇൻഷാ അല്ലാഹ് പുനരുദ്ധാരണം നടത്തണം. അതിന് ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കാൻ പറ്റുന്ന മോമിനീങ്ങൾ ഈ സദസ്സിലുള്ളവരെ ഏറ്റെടുക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മഹല്ലത്തിൽ തന്നെയുണ്ട്. ഞാൻ പൈസയായിട്ടൊന്നും ചോദിക്കൂല. കഴിയുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് കമ്മിറ്റി ഭാരവാഹികൾ ബന്ധപ്പെട്ട് അത് തീർക്കണം. ഒറ്റയ്ക്ക് തന്നെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഒറ്റയ്ക്ക് തന്നെ മഖാമിന്റെ മുഴുവൻ പണിയും പൂർത്തീകരിക്കാൻ പറ്റുന്ന ആളുകൾ വരെ നമ്മുടെ ഈ മഹല്ലത്തിലുണ്ട്. അള്ളാഹു നമുക്ക് പ്രത്യേക ഒരു നോട്ടം ഉണ്ടാവും, പ്രത്യേകിച്ച് അവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരുടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീട് എത്രയാണ്? നമ്മൾ 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ളതാകുന്ന മനോഹരമായ വീടുകൾ, 25,000-ന്റെയും 20,000-ന്റെയും ഒക്കെ സ്ക്വയർ ഫീറ്റ് ഉള്ളതാകുന്ന മളിമന്ദിരങ്ങൾ പണിതുയർത്തുന്ന കാസർഗോഡ് നിവാസികൾക്ക് അക്കാമക്കെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല, എന്നൊരു പ്രശ്നമുള്ള കേസല്ല. അപ്പൊ അതിന് പറ്റുന്ന അഖിലുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇൻഷാ അല്ലാഹ് എത്രയും വേഗം അതിന് ഭാഗവാക്കാകണം. ആരാണ് ആ അനുഗ്രഹം മേടിച്ചവർ? ഏറ്റവും ആദ്യം അതിനുവേണ്ടി നിലകൊള്ളുന്ന വ്യക്തിക്കായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ചൊരിയുക. നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അതിലൂടെ ആയിരിക്കും എല്ലാ നേട്ടങ്ങളും വീണ്ടും കൈവരിക്കാൻ സാധിക്കുക. അവിടെ അടങ്ങിയിരിക്കുന്നവരുടെ പൊരുത്തം നിനക്ക് ലഭിക്കാൻ, അവരുടെ ഒരു തിരുനോട്ടവും മദതും ഹിഫ്ളും ഹിമായത്തും നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്ക് ലഭിക്കണമെങ്കിൽ നിന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ എല്ലാ സഹോദരങ്ങളും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരും ആ വിഷയത്തിൽ പ്രത്യേകമായി ബദ്ധശ്രദ്ധ പതിപ്പിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു നമ്മുടെ സദഖകൾ സ്വീകരിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു സദഖ കൊടുക്കും. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. زرريح المصطفى وزد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله. അല്ലാഹുവേ, ഞങ്ങൾ ഈ നൽകുന്ന സദഖ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ വിപത്തുകളും നിന്നും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ളതിൽ പരിപൂർണമായ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാഹ്. അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ സമ്പത്തിൽ വർധനവ് നൽകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഫലസ്തീനിലെ മക്കൾക്ക് അല്ലാഹു പരിപൂർണ മോചനം നസീബാക്കുമാറാവട്ടെ. യുഎഇയിലും ഒമാനിലും അടക്കമുള്ള ജലപ്രളയത്തിൽ ഒരുപാട് സാമ്പത്തികമാകുന്ന നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, വളരെയേറെ പ്രതിസന്ധിയിലൂടെ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാകുന്ന പ്രവാസികൾ, എല്ലാവർക്കും അല്ലാഹു സമാധാനത്തിന്റെ ശാന്തുര തീരം നൽകി അനുഗ്രഹിക്കട്ടെ. സർവോപരി ജീവിതാന്ത്യം ഖൈറ് ബറകാത്തുകൾ അല്ലാഹു ചൊരിയട്ടെ. എല്ലാവിധ യുദ്ധക്കെടുതിയിൽ നിന്ന് ഇറാൻ അടക്കമുള്ളതാകുന്ന സർവ്വ രാജ്യങ്ങളെയും ലോക മുസ്ലിമീങ്ങളെയും അല്ലാഹു കാവലിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു സദഖ നൽകി നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തുക. അപ്പൊ ഇൽമിന്റെ അഹ്ലുകാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ മക്കൾക്ക്, പുതിയ തലമുറകൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കണം. നല്ല നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചു കൊടുക്കണം. മക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയത് ഖുർറത്തു അയ്ൻ, കൺകുളിർമയാകുന്നവർ എന്നാണ്. ഖുർആനിൽ 2 വസ്തുക്കളെ കുറിച്ചാണ് കൺകുളിർമയാകുന്ന വസ്തുക്കൾ എന്ന് പരിചയപ്പെടുത്തിയത്. ശരിക്കും ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒന്ന് സന്താനങ്ങൾ, മക്കളെ കുറിച്ചാണ്.
മറ്റൊന്ന് സ്വർഗത്തെ കുറിച്ചുമാണ് അള്ളാഹു കൺകുളിർമയാകുന്ന വസ്തു എന്ന് പരിചയപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഇബാദുർ റഹ്മാനാകുന്ന റബ്ബിന്റെ സച്ചരിതനാകുന്ന അടിമകൾ ആരാണ്? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ للمتقين إماما. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകിയിട്ടുള്ളതാകുന്ന ഇണകളെയും സന്താനങ്ങളെയും കൺകുളിർമയാകുന്നവരാക്കി തരണേ അല്ലാ, കൺകുളിർമയാക്കി തരണേ അല്ലാ. അല്ലാഹുവാകുന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, ഇണകളെയും സന്താനങ്ങളെയും കൺകുളിർമയാക്കി തരണേ അല്ലാ എന്ന പടച്ച റബ്ബിനോട് സദാസമയവും പ്രാർത്ഥിക്കുന്നതായ വിശ്വാസികളുണ്ടോ? അവർ റഹ്മാനായ റബ്ബിന്റെ സച്ചരിതരായ അടിമകളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. കൺകുളിർമയാകുന്ന സന്താനങ്ങളാക്കി താ എന്ന് ചോദിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ഈ ദുആ ചെയ്യേണ്ട അഹ്ലുകാരാണ്. മക്കളുള്ള മുഴുവൻ സഹോദര സഹോദരിമാരും എപ്പോഴും തേടേണ്ട ദുആ ആണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ. ഇണകളെയും സന്താനങ്ങളെയും കൺകുളിർമയുള്ളവരാക്കി താ അല്ലാഹ്. സദാസമയം ദുആ ചെയ്യുക. യഥാർത്ഥ റഹ്മാനായ റബ്ബിന്റെ സച്ചരിതനാകുന്ന അടിമകളുടെ പ്രാർത്ഥനയിൽ പെട്ടതാണിതെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ റഹ്മാനായ റബ്ബിന്റെ അടിമകളിൽ പെട്ടവരാണോ നമ്മൾ? ആണ് എങ്കിൽ ഈ ദുആ ചെയ്തിരിക്കും. ഈ ദുആ ചെയ്യുന്നില്ലേ എങ്കിൽ അടിമകളിൽ പെട്ടവനല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എപ്പോഴും ദ്വാരക്കണം. അപ്പൊ കൺകുളിർമയാകുന്ന മക്കൾ എന്നാണ് പറഞ്ഞത്. മക്കളെ കുറിച്ച് അങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഇനി സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറയുന്നു, കൺകുളിർമയാകുക. بسم الله الرحمن الرحيم فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. പരിശുദ്ധമായ സ്വർഗ്ഗത്തെ കുറിച്ച് അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ. കൺകുളിർമയാകുന്ന വസ്തുക്കളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചിട്ടുള്ളതാകുന്ന അനുഭൂതികളെ, ആസ്വാദനങ്ങളെ, സ്വർഗീയമാകുന്ന ആസ്വാദനങ്ങളെ ലോകത്ത് ഒരു ശക്തിക്കും അറിയുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഈ ദുനിയാവിൽ അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തതാകുന്ന സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന അനുഗ്രഹപൂർണമായ വർണ്ണമായ സ്വർഗമാണ് കൺകുളിർമയാകുന്ന വസ്തുക്കളാണ്. സ്വർഗത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയതും കൺകുളിർമയാകുന്നത് എന്നാണ്.
രണ്ട് വസ്തുക്കളെ ഖുർആനിൽ കൺകുളിർമയാകുന്ന വസ്തുക്കൾ എന്ന് പരിചയപ്പെടുത്തിയത്. ഒന്ന് സന്താനങ്ങൾ, മക്കൾ, മറ്റൊന്ന് സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഥവാ സന്താനങ്ങളാകുന്ന ഈ കൺകുളിർമയാകുന്ന മക്കളെ നരകത്തിലേക്ക് എത്തിക്കാനല്ല നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. കൺകുളിർമയാകുന്ന ഈ സന്താനങ്ങളെ കൺകുളിർമയാകുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ എത്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനാകണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമം. ഇന്നത്തെ പുതിയ തലമുറ നിങ്ങൾ ചിന്തിക്കാൻ, കള്ളിലും കഞ്ചാവിലും ലഹരിയിലുമായി നമ്മുടെ തലമുറ മാറി എഴുതപ്പെട്ടു പോയി. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചെറുക്കുമാറാവട്ടെ. 10 വയസ്സും 5 വയസ്സും ഒക്കെ ഉള്ളതാകുന്ന കുട്ടികൾ അവരൊക്കെ തന്നെ വഴികേടിലേക്കും മോശപ്പെട്ട സ്വഭാവ വൈകല്യങ്ങളിലേക്കും എത്തിപ്പെട്ടു പോയി. 8ാം ക്ലാസ്സിലും 9ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളടക്കം ലഹരിയുടെ കച്ചവടക്കാരായി മാറി. അതുമായി ബന്ധപ്പെട്ട ബിസിനസിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന തിരക്കിലേക്കായി മാറി. ഏത് വിധേനയും സമ്പത്തുമായി ബന്ധപ്പെടുന്ന ഹലാലല്ലാത്ത സമ്പത്ത് തന്റെ കൈവെള്ളിലേക്ക് എത്തിക്കണമെന്നുള്ള ചിന്താഗതിയിലായി പുതിയ തലമുറ. അല്ലാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. ഈ തലമുറയെ നന്നാക്കിയെടുത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം മഹല്ലിനുണ്ട്, കമ്മിറ്റിക്കുണ്ട്, ഇവിടുത്തെ ഉലമാക്കൾക്കുണ്ട്, ഉമറാക്കൾക്കുണ്ട്, മാതാപിതാക്കളുണ്ട്, കുടുംബാദികൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഓരോ കടമയും കടപ്പാടാണ്. നമുക്കൊക്കെ ഒരു അമാനത്തുണ്ട്. അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. നമ്മൾ നമ്മുടെ മക്കളോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ചിട്ടുണ്ടോ ചിന്തിക്കൻ. നമ്മളൊക്കെ പറയും രക്ഷകർത്താവാണ്, എന്റെ മകനാണത്, ഞാനാണ് അവന്റെ രക്ഷകർത്താവ്, അവന്റെ പിതാവ് ഞാനാണ്, അവന്റെ മാതാവ് ഞാനാണ്. എന്താണ് ഈ രക്ഷകർത്താവ്? രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി മാത്രമുള്ളതാകുന്ന വ്യക്തിയല്ല. പ്രത്യേകമായി മനസ്സിലാക്കണം. KL 14 V 9333 എന്ന ബിർസ വഴിയിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണം. മറ്റുള്ളവരുടെ വണ്ടികൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അറിയിച്ചു. ഒരു ബ്രസയുടെ വണ്ടിയാണ്. KL 14 V 9333. ഇങ്ങനെ കേൾക്കുമ്പോൾ ലൈവിലുള്ളവർ കരുതും 10,000 കണക്കിന് ആളുകൾ പങ്കെടുത്തു. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആരാണ് ആ വഴി കൊണ്ടിട്ടിരിക്കുന്നത്? മാറ്റി കൊടുത്തു. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നല്ലതുപോലെ മക്കളെ സ്വർഗത്തിലേക്കുള്ള പ്രയാണം എളുപ്പമാക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. മക്കൾക്ക് മാതാപിതാക്കളുടെ കടമകളുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോടും കടമകളും കടപ്പാടുകളുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കണം. അപ്പോഴേ യഥാർത്ഥ മോമിനാവുള്ളൂ, അപ്പോഴേ സ്വർഗം പുൽകൊള്ളൂ. റമദാനിലെ 30 നോമ്പ് പിടിച്ചത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഫർള് നമസ്കാരങ്ങളാകുന്ന 5 വഖ്ത് നമസ്കാരങ്ങൾ കൃത്യമായി ഗൗനിച്ചത് കൊണ്ട് മാത്രം ഒരു സത്യവിശ്വാസി യഥാർത്ഥമാകുന്ന സ്വർഗത്തിലേക്ക് എത്തിപ്പെടുകയില്ല. മനസ്സിലാക്കി. നമുക്കൊരുപാട് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കണം. അപ്പോഴേ യഥാർത്ഥമാകുന്ന സ്വർഗത്തിനുള്ളിലേക്ക് കാലാകാലം വസിക്കുന്നവനായി മാറുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുടുംബക്കാരെയും നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ, നരകത്തെ തൊട്ട് കാവലേർപ്പെടുത്തണേ. അല്ലാഹു പറയാൻ, അതാണ് യഥാർത്ഥ രക്ഷകർത്താവ് എന്ന് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതാണ്. രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ മക്കളുടെ പ്രോഗ്രസ് കാർഡ് നോക്കി A+ കൃത്യമായിട്ട് എല്ലാം ഉണ്ട്, ഒപ്പിട്ട് വെക്കെടുക്കൽ മാത്രമല്ല.
രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ദുനിയാവിന്റെ കെടുതികളിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, ഇവിടുത്തെ നരകത്തിൽ നിന്ന് പരിപൂർണമായി കാത്തു സംരക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥ രക്ഷകർത്താവ്. നരകത്തെ തൊട്ട് മക്കളെ കാക്കുന്നവനാണ്. മാതാവും പിതാവും ഓരോരുത്തരും ചിന്തിക്കും, നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ആ രീതിയിലാണോ വളർത്തിയിട്ടുള്ളത്? ഇന്നത്തെ നിന്റെ മകന്റെ ശൈലി, മക്കൾ എത്ര പേരുണ്ട്? ഓരോരുത്തരുടെയും മുഖകമലം ഒന്ന് കൊണ്ടുവരും മനസ്സിലേക്ക്. ഇന്നത്തെ മകനോ മകളോ തീർച്ചയായിട്ടും നിനക്ക് സ്വർഗം പുൽകാൻ ഹേതുവാണോ അവന്റെ ഇപ്പോഴത്തെ ഈ പോക്ക്, ഈ പ്രവർത്തനം? ഒന്ന് ചിന്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതിന് പ്രകാരമാണോ നിന്റെ ജീവിതം? നരകത്തെ തൊട്ട് നീ നിന്റെ സ്വന്തം ശരീരത്തെ കാത്തു സംരക്ഷിച്ചിട്ടുണ്ടോ? ചിന്തിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലിയകും നാറാ. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നരകത്തെയും തൊട്ട് കാത്ത് സംരക്ഷിക്കുന്നവരാണ്. എന്താ കാരണം? വഖൂദുഹാ നരകത്തിലെ ഇന്ധനമെന്ന് പറയുന്നത് പെട്രോളല്ല, ഡീസലല്ല, കൽക്കരിയല്ല. നരകത്തിൽ അല്ലാഹു കത്തിക്കുന്നത് ദുഷിച്ചതായ ജനങ്ങളാണ്. ദുഷിച്ചതായ ഭീമാകാരമാകുന്ന പാറക്കല്ലുകളുമാണ് നരകത്തിലിട്ടുകൊണ്ട് അല്ലാഹു കത്തിക്കുന്നത്. നരകത്തിലെ ഇന്ധനം ദുഷിച്ച ജനങ്ങളും ഭീമാകാരമായ പാറക്കല്ലുകളുമാണ്. അല്ലാഹു പറയാണ്, ഖുർആനാണിത്. ദുഷിച്ച ജനങ്ങളും ഭീമാകാരമായ പാറക്കല്ലുമാണ്. നമുക്കറിയാം, പാറക്കല്ല് നട്ടുച്ച സമയം നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വിരിച്ചിരിക്കുന്നതാകുന്ന ടൈല്, അല്ലെങ്കിൽ അതിലൊഴിപ്പിച്ചെടുക്കുന്ന കടപ്പാ കല്ല്, ആ കല്ലിൽ നമ്മൾ ചെരുപ്പ് ഉരികെട്ടുന്ന കാല് വെക്കൂല. അത് കഠിനമായ ചൂടാണ്. ചൂട് പിടിച്ചാൽ പിന്നെ കല്ലുകളിലെ ചൂട് പോകാൻ വലിയ പ്രയാസമാണ്. ചൂട് കൂടും, അങ്ങനെ കത്തി നിൽക്കും. നരകത്തിന്റെ ആ ചൂട് കല്ലിലേക്ക് പതിച്ചാൽ പിന്നെ ആ ചൂടൊരൽപ്പം പോലും കുറയൂല. അഥവാ അതിൽ കടന്നു പ്രയാസപ്പെടും, വല്ലാതെ ബുദ്ധിമുട്ടും. വൽ ഹിജാറ, പാറക്കല്ലുകളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ സംവിധാനിച്ചിരിക്കുന്നത് ചൂട് കുറയാതിരിക്കാൻ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർളുഹാ മിൻ റസാസ് വസഖഫഹാ മിൻ നുഹാസ് وحيطانها من كبريت. الله الله. കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ പൗൽ മഖാമിന്റെ സമാപന സദസ്സിലേക്ക് വന്ന് ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ നരകത്തെ കുറിച്ച് വാചാലനാവുകയാണ്. നരകത്തിന്റെ താഴ്ഭാഗം അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നത് ഈയമാണ്. ഈയം ഉരുകിയൊലിച്ചാൽ പ്രയാസമാണ്. ചൂട് കനക്കുകയാണ്, ഒരൽപ്പം പോലും ചൂട് കുറയുകയില്ല. 16,15,15,000 കിലോമീറ്റർ അകലെ നിൽക്കുന്നതാകുന്ന സൂര്യൻ നമ്മുടെ തലയ്ക്ക് മീതെ കൊണ്ടുവന്നിരുന്നതായ ദിനമല്ലയോ മഹ്ശറ. അന്നല്ലയോ നരകത്തെ അല്ലാഹു നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നഊദു ബില്ലാഹ്. സൂര്യന്റെ ചൂട് പോലും ഈ ഭൂമിയിൽ നിന്നിട്ട് പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ, പാതിരാത്രി സമയമായിട്ട് പോലും നമ്മൾ അതിന്റെ ചൂടിനാൽ പ്രസവിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ, നല്ലതുപോലെ വിയർക്കുന്നുണ്ട് എങ്കിൽ, എത്രയോ പ്രയാസമാണ് നരകമെന്ന് ചിന്തിക്കണേ സോദരാ. നരകത്തിന്റെ താഴ്ഭാഗം അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നത് ഈയമാണ്. വസഖഫഹാ മിൻ നുഹാസ്.
നരകത്തിന്റെ മുകൾ ഭാഗം അതിന്റെ മച്ച അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നത് അത് ചെമ്പിനാലാണ്. ചെമ്പിന്റെ തറയല്ല, ചെമ്പിന്റെതാകുന്ന മച്ചാണ്. ചൂട് പിടിച്ചാൽ പ്രയാസമാണ്, ഒരിക്കലും ലവലേശം ചൂട് കുറയുകയില്ല. കൂടുകയാണ്. താഴെ മുഴുവനും ഈയമാണ്, മുകൾ ഭാഗം മുഴുവനും ചെമ്പാണ്. നരകത്തിന്റെ ചുറ്റുവട്ടം കെട്ടിയിരിക്കുന്നതായ മതിലുകളോ അത് ഗന്ധകത്താലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അഥവാ അത് കഠിനമാകുന്ന ചൂടാണ്. ഒരൽപ്പം പോലും കുറയുകയില്ല. മനുഷ്യന് പ്രയാസപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, കത്തിച്ചൊലിക്കുന്ന നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതിനെ കുറിച്ചറിയണോ സഹാബ? 1000 വർഷമാണ് നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിച്ചത്. നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നുപോയി. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. 1000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതിന്റെ പേരിൽ നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്ന് തുടുത്തിട്ട് പോലും അല്ലാഹു നരകത്തിന്റെ കത്തിക്കൽ നിർത്തുന്നില്ല. ദുഷിച്ച ജനങ്ങളാണ്, ഭീമാകാരമാകുന്ന പാറക്കല്ലുകളാണ്. അല്ലാഹു ഇട്ട് കത്തിക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിച്ചു അത്രേ. 2000 വർഷം നിരന്തരമായി നരകത്തെ കത്തിക്കുകയാണ്. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സാബ. ചുവന്നിരുന്ന നരകം അതിന്റെ നിറം മാറുകയാണ്, വെളുപ്പ് നിറത്തിലേക്ക് പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കാൻ ഓർഡറുകയാണ്. നഊദു ബില്ലാഹ്. 3000 വർഷം രാവും പകലുമായി നരകത്തെ കത്തിക്കപ്പെട്ടപ്പോ ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. വഹിയ സൗദാ മുള്ളിമാ. ആര് കണ്ടാലും പേടിക്കുന്നതായ ഭയക്കുന്നതായ ഭീമാകാരമായ രൂപത്തിലേക്ക് ഭാവത്തിലേക്ക് നരകത്തെ അല്ലാഹു മാറ്റുകയാണ്. 1000 വർഷമല്ല, 2000 കൊല്ലമല്ല, 3000 വർഷമാണ് രാവും പകലും അല്ലാഹു നരകത്തെ സൃഷ്ടിക്കുന്നത്. അത് വല്ലാതെ കറുകറുത്തു പോയി സ്വഹാബ. വഹിയ സൗദാഉ മുള്ളിമാ. കറുകറുത്തതാകുന്ന ഇരുൾ മുറ്റപ്പെട്ടതായ നരകമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ കേവലം 2 വിറക് കൊള്ളുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായിട്ട് നരകത്തെ കാണരുതേ. അല്ലാഹുവിന്റെ റസൂൽ നരകത്തെ കുറിച്ച് വീണ്ടും പറഞ്ഞു തരുകയാണ്. കാസർഗോഡുള്ള കോട്ടയിൽ വന്ന് ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, ധരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെയോ സാബ, ഒരു സത്യം നിങ്ങളോട് വെളിപ്പെടുത്തട്ടെ സാബ, ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ സാബ. വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ
ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും മുറിച്ച് മരക്കഷ്ണങ്ങളാക്കി വിറക് കൊള്ളികളാക്കി അത് മുഴുവനും ഇട്ട് കത്തിച്ചാലും ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. 7 വലിയ നരകങ്ങളാണുള്ളത്. അല്ലാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചത് 7 വലിയ നരകങ്ങളാണ് സാബ. അതിലൊരു നരകമാണ് ജഹന്നം എന്ന നരകം. ആ ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് തന്നെ ആ വിറക് കൊള്ളികൾ മുഴുവനും ഇട്ട് കത്തിച്ചാലും വളരെ ചെറുതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാസർഗോഡ് ജില്ലയിലുള്ളതാകുന്ന വൃക്ഷലതാദികൾ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുള്ളതാകുന്ന മുഴുവൻ വൃക്ഷലതാദികൾ മാത്രമല്ല, ലോകത്തുള്ളതാകുന്ന മുഴുവൻ വൃക്ഷലതാദികളും ഇന്നും മനുഷ്യൻ സഞ്ചരിച്ച് തീർത്തിട്ടില്ലാത്തതായ ആമസോൺ കാടുകളിൽ ഉള്ളതായ വനാന്തരങ്ങളിൽ ഉള്ളതായ വലിയ വലിയ ഭീമാകാരമാകുന്ന വൃക്ഷങ്ങൾ തടികൾ കൊണ്ടുവന്ന് മുറിച്ച് മരക്കഷ്ണങ്ങളാക്കി വിറകൊള്ളുകളാക്കി അത് മുഴുവനും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. 7 നരകങ്ങളിലെ ജഹന്നം എന്ന ഒരു നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് തന്നെ അത് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും ഇട്ട് കത്തിച്ചാൽ പോലും നരകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂലാണ് അടിവരയിട്ട് പറഞ്ഞത് എങ്കിൽ കാസർഗോഡുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ നിന്റെ ലഹരിയുടെ ഉപയോഗം പരിപൂർണമായി ഒഴിവാക്കൽ നിർബന്ധമാണ്. കാരണം ആ നരകത്തിന്റെ വിറകൊള്ളികളായിട്ട് അല്ലാഹു നിന്നെ കൊണ്ടുപോയാണ്. ആ നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിച്ചത്. അൻഫുസകും വഅഹ്ലീകും നാറാ. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നതായ സമുദായമേ, ലോകാവസാനത്തിൽ വിശ്വസിക്കുന്നവരെ, അന്ത്യനാളിനെ കുറിച്ച് ഉറപ്പുള്ളവരെ, സ്വന്തം ശരീരത്തെയും നരകത്തെ തൊട്ട് പരിപൂർണമായി കാത്ത് സംരക്ഷിച്ചു കൊള്ളണേ. അതിൽ അദാബാണ്. സ്വന്തവും കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കി, ഇല്ലെങ്കിൽ വലിയ വിപത്താകും. അല്ലാഹുവിന്റെ ഖുർആൻ അടിവരയിടുക. കാരണം 3000 വർഷം രാവും പകലും നിരന്തരമായി കത്തിക്കപ്പെട്ട് കറുകറുത്തു പോയ ഈ നരകത്തിന്റെ വക്താക്കൾ ആരാണ്? ഈ സമുദായത്തിൻ്റെതാകുന്ന വൻപാപികൾ. അവർക്ക് നൽകപ്പെടുന്നതാണ് ജഹന്നം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആർക്കാണ് ജഹന്നം? വൻ പാപങ്ങൾ ചെയ്തിട്ടുള്ള എന്റെ സമുദായത്തിലെ ആളുകൾക്കാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താണ് ജഹന്നം എന്ന് പേര് വെക്കാൻ കാരണം? നബി തങ്ങൾ പറഞ്ഞു, സുമ്മിയ ജഹന്നമു ലിഅന്നഹു യതജഹമു വുജൂഹൻ നിസാലി വന്നിസാ. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുഖത്തിന്റെ ചർമ്മങ്ങളും മാംസങ്ങളും കരിച്ചു കളയുന്നതാകുന്ന നരകമാണ് ജഹന്നം. അതുകൊണ്ടാണ് ജഹന്നം എന്ന് പേര് വെക്കാൻ കാരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുമ്മിയ ജഹന്നമു, ജഹന്നം എന്ന നരകത്തിന് ജഹന്നം എന്ന പേര് വെക്കാൻ കാരണം ലിഅന്നഹു യതജഹമു വുജൂഹൻ റിജാലി വന്നിസാ. ഈ സമുദായത്തിൽ നിന്ന് വൻ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, കള്ളുകുടിക്കുന്നവൻ, വ്യഭിചരിക്കുന്നവൻ, പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവൻ, യതീമക്കളുടെ മുതൽ ഭക്ഷിക്കുന്നതാകുന്ന സഹോദരൻ, പാവപ്പെട്ടവനെ കൊന്നുകളഞ്ഞവൻ, അകാരണമായി പാവപ്പെട്ടവരെ ആകുന്ന ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തി ജീവിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ളതാകുന്ന തെമ്മാടികളാകുന്ന ആളുകൾ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും അവരുമായിട്ട് വഴക്കടിക്കുകയും ആ വഴക്ക് അവസാനം കയ്യാങ്കളിയിലെത്തി അവരെ കൊന്നുകളയും ചെയ്തിട്ടുള്ളതാകുന്ന ആളുകൾ, അവർക്ക് വേണ്ടി അല്ലാഹു നൽകുന്നതാണ് നരകം. ആ നരകം വരുമ്പോ അവരുടെ മുഖത്തിന്റെ ചർമ്മങ്ങളും മാംസങ്ങളും ഒക്കെ കരിച്ചു കളയും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ജഹന്നം എന്ന് തന്നെ പേര് വെക്കാൻ.
ചോദിക്കട്ടെ, നമ്മൾ നമ്മളുടെ മക്കളെ ഈ പറയുന്ന രീതിക്ക് നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തിയവരാണോ? ചിന്തിക്കുക. ഇതുവരെ നമ്മൾ അവർക്ക് വേണ്ടി എന്ത് രീതിയിൽ ജീവിച്ചു? അവർക്ക് വല്ല ദീൻ കൊടുത്തോ? മക്കളുടെ കൂട്ടുകാരാരാൻ അവരുമായുള്ള അമാനത്ത് നമ്മൾ ആരെങ്കിലും നിർവഹിച്ചോ? അല്ലെ തന്നെ നമ്മൾ എന്ത് അമാനത്താണ് നിർവഹിച്ചത്? ഉമർ റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീനായി വിലസുന്ന കാലഘട്ടം അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സദസ്യരെ അടുത്തിരുത്തി എല്ലാവരോടും പറഞ്ഞു, ഇഹ്തഫു ഹൗലി, എല്ലാവരും എന്റെ ചാരത്തേക്ക് വാ. എല്ലാവരും വന്ന് എന്റെ വട്ടം കൂടിയിരിക്കും. എല്ലാവരും വന്നിരുന്നു. അവരോട് പറഞ്ഞു, തമന്നോ, നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ പറയും, നിങ്ങളുടെ കൊതി പറയും, നിങ്ങളുടെ താല്പര്യം പറയും. എങ്ങനെ ആകണം നിങ്ങളുടെ മരണം, അതിന്റെ കൊതി പറയും, താല്പര്യം പറയും. നിങ്ങളൊക്കെ മരണം ഏത് രീതിക്കാവണം ഒന്ന് പറയും. നല്ല നല്ല കൂട്ടുകാരെ കുറിച്ച് പറയും, നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളെ കുറിച്ചൊന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പറയും. അപ്പൊ ഈ സദസ്സിലുള്ളവരോട് വിളിച്ചിട്ട് ചോദിക്കണം, മൈക്കെടുത്തിട്ടൊന്ന് പറയും, നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാരാ? അത് റമദാൻ കഴിഞ്ഞ് പെരുന്നാളിലെന്ന് ആടുജീവിതം കാണാൻ കൊണ്ടുവരുത്തുന്നുണ്ട്. അവനെ ഏറ്റവും നല്ല കൂട്ടുകാരൻ, അവൻ ടിക്കറ്റ് എടുത്ത് താഴ്മിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ ഇത് പൈസ ഒന്നും വാങ്ങിച്ചില്ല സാർ, നല്ല പയ്യന, നല്ല റാഹത്തായിട്ട് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു, കൊല്ലിയാട് കൊണ്ടുപോയി നെയ്ച്ചോറും പള്ളിക്കറിയും വാങ്ങിച്ചു റാഹത്തായി. നമ്മുടെ ഇത് പൈസ ഒന്നും വാങ്ങിച്ചില്ല, നല്ല പയ്യന. സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു തന്നവൻ, നിനക്ക് ഭക്ഷണം വാങ്ങി തന്നവൻ, നിനക്ക് വസ്ത്രം വാങ്ങിച്ചു തന്നവൻ, നിനക്ക് സിഗരറ്റ് വാങ്ങിച്ചു തന്നവൻ, നിന്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നപ്പോൾ കല്ല് വാങ്ങിച്ചു തന്നവൻ, ഇവനെയൊക്കെയാണ് നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ട് നീ കാണുന്നത് എങ്കിൽ നിനക്ക് തെറ്റുപറ്റി. അവനല്ല നിന്റെ യഥാർത്ഥ സൗഹൃദ ബന്ധമുള്ളവൻ. നമുക്കൊക്കെ ഉള്ള സുഹൃത്തുക്കളെ ഒന്ന് എണ്ണ. ഞാൻ ഈ പറഞ്ഞ രീതിക്കുള്ള കൂട്ടുകാരാണോ എന്ന് ചിന്തിക്കും. ഇന്നടുത്ത് വാത് നടക്കുന്നുണ്ട്, നമുക്കിന്ന് പോകണം. നിന്നോട് പറഞ്ഞ കൂട്ടുകാർ എത്ര പേരുണ്ട്? എടാ, ബാഗ് വിളിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് എനിക്ക് ഒന്ന് അലർട്ട് തരണം, എന്നെ ഒന്ന് വിളിക്കണം, നമുക്ക് പള്ളിയിലേക്ക് ഒരുമിച്ച് പോകാം എന്ന് നിന്നോട് പറഞ്ഞ കൂട്ടുകാർ എത്ര പേരുണ്ട്? സുബഹിക്ക് ജമാഅത്തിന് നീ വൈകിയപ്പോ നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചുണർത്തിയിട്ട് വരൂ നമുക്ക് നിസ്കരിക്കാൻ പോകണ്ടേ എന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് ജമാഅത്തിന് കൊണ്ടുപോയ നിന്റെ സുഹൃത്ത് ആര്? അങ്ങനെ ഒരു സുഹൃത്ത് നിനക്കുണ്ട് എങ്കിൽ നീ രക്ഷപ്പെട്ടു. അതാണ് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ, സൗഹൃദ ബന്ധം എന്ന് പറഞ്ഞാൽ. സഹോദരിമാര് ചിന്തിക്കും, ഇന്നടുത്തൊരു കല്യാണം ഉണ്ട്, ആ കല്യാണത്തിന് പോകാൻ കയ്യിലിടാൻ വളയില്ല, അപ്പൊ കൂട്ടുകാരി വളമെടുത്ത് സഹായിച്ചു. അതാണോ യഥാർത്ഥ? അതല്ല, ഇൽമിന്റെ മജ്‌ലിസിലേക്ക് 10 മിനിറ്റ് ഇരിക്കാനുള്ള സൗകര്യം, വരൂ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ അയൽവാസിയാകുന്ന നിന്റെ കൂട്ടുകാരി നിന്നെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? നിന്നെ ഇൽമിന്റെ മജ്‌ലിസിനെ കുറിച്ച് പരിചയപ്പെടുത്തിയവരുണ്ടോ? നിനക്ക് വാളുകൾ ഷെയർ ചെയ്തിട്ട് നിന്നെ മാറ്റം വരുത്താൻ, നിന്റെ ജീവിതത്തിൽ ഒരു വിക്ർ ചൊല്ലിപ്പിക്കാൻ സന്നദ്ധരായ കൂട്ടുകാരുണ്ടോ? നല്ല നല്ല രാവുകൾ വരുമ്പോ, ബറാഅത്ത് രാവുകൾ വരുമ്പോ, അറഫാ ദിവസം വരുമ്പോ, ശ്രേഷ്ഠമാക്കപ്പെട്ട റമദാനിന്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയപ്പോ അതിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്നതാകുന്ന ഹദീസുകളെ, ആയാത്തുകളെ വെച്ച് നിനക്ക് ഉണർത്തി തന്നവരുണ്ടോ? അതാണ് യഥാർത്ഥ സൗഹൃദ ബന്ധം. നിനക്ക് അയച്ചു തന്ന അതാണെങ്കിലും ഓക്കെ. ആരുണ്ട്? എത്ര പേരുണ്ട്? ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ അടുത്ത് വിളിച്ചുകൊണ്ട് കൂട്ടുകാരോട് പറയുകയാണ്, ഇഹ്തഫൂ ഹൗലി തമന്നൂ. നിങ്ങളുടെ മരണത്തെ നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് പറയും. നിങ്ങളുടെ നല്ല കൂട്ടുകാരെ പറയും. അപ്പൊ എല്ലാരും ഒന്നടങ്കം പറഞ്ഞു, അല്ലേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ കൂട്ടുകാരെ പറ്റിയും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും, ഞങ്ങൾക്ക് നന്നാവാൻ. നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാരെന്ന് പറയും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് നേരെ ഇരുന്നു. ശരിക്കും ശ്രദ്ധിക്കണേ, ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരെ പറയാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടുകാർ എന്താണ് അവർക്കുള്ള ക്വാളിഫിക്കേഷൻ, അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സമയമുണ്ടോ? ഉണ്ടാ? അരമണിക്കൂർ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിലര് വേഗം എഴുന്നേക്കാൻ പോകുന്നവരുണ്ട്. അശന റെഡിയായിട്ടില്ല, നാളെ വൈകുന്നേരത്തേക്ക് റെഡിയാവും. സവാള ഇപ്പൊ എഴുന്നേക്കണ്ട. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശരിക്കും ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചു.
ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ ഒന്നാമത്തെ സൂറത്ത് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയ്. സ്വഹാബത്തിന്റെ പേര് കേട്ടോ ഉറക്കെ പറയണം, ഇനി യാതൊരു മടിയും വേണ്ട. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അതാണ് എന്റെ ഒന്നാമത്തെ കൂട്ടുകാരൻ. ആ കൂട്ടുകാരനുള്ള പ്രത്യേകത എന്താ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കൂട്ടുകാരനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ. എന്താ പറഞ്ഞത്? അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെതായ ഏറ്റവും സമുന്നതനായ നേതാവാണ്, വിശ്വസ്തനാണ്. ഈ സമുദായത്തിലൊരു വിശ്വസ്തനുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിശ്വസ്തനാണ് ആര്? അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കാം, അത് പരിപൂർണമായി നിർവഹിക്കും. അമാനത്ത് കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്, അമാനത്തിനെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് വൃത്തിയായി കൈകാര്യം ചെയ്യും. അവിടെയാണ് നമ്മൾ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പ്രിയം വെച്ചു പോയതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പോലെ ആകാനാണ് ഞാൻ കൊതിക്കുന്നത് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതേപോലെ വിശ്വസ്തനാകണം ജനങ്ങൾക്ക്. എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം, ഞാൻ ജനങ്ങൾക്കിടയിൽ അമീറുൽ മുഅ്മിനീനാണ്, ജനങ്ങളുടെ ഖലീഫയാണ്. രാവും പകലും ഞാൻ ഇവർക്കിടയിൽ നിലകൊള്ളുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് രാത്രിയിൽ ഞാൻ പലപ്പോഴും വേഷപ്രച്ഛന്നനായി ഇറങ്ങിയിട്ട് ജനങ്ങൾക്കിടയിൽ അവരുടേതാകുന്ന ദുരിതവും പ്രയാസവും മനസ്സിലാക്കി അത് തീർക്കാൻ വേണ്ടി നിലകൊള്ളുന്നത് എന്ന് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എനിക്ക് അത്തരത്തിലുള്ള ജീവിതത്തിന് പ്രചോദനദായകമായത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ബഹുമാനപ്പെട്ടതാകുന്ന അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് എന്ന് പ്രവാചകൻ അടയാളപ്പെടുത്തിയ അബൂ ഉബൈദയുടെ ജീവിതമാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കും അതിന് സാധിക്കണം. നമ്മളിത് കേട്ടിട്ട് പോവല്ല, നമ്മളും അമീനാവണം. നമ്മുടെ കുടുംബത്തിലെ, ഈ സമുദായത്തിലെ അമീനായി മാറണം. ഓരോരുത്തരും നമ്മുടെ മക്കളെയും മാറ്റണം. നമുക്കൊക്കെ ഒരുപാട് കടമകളുണ്ട്. ഭർത്താവ് എന്ന നിലയ്ക്ക് ഭാര്യയോട് കടമകളും കടപ്പാടുകളുണ്ട്. വാപ്പ എന്ന നിലയ്ക്ക് മക്കളോട് കടമകളും കടപ്പാടുകളുണ്ട്. അയൽവാസികളോടുണ്ട്, ബന്ധുമിത്രാദികളോടുണ്ട്, കൂട്ടുകുടുംബാദികളോടുണ്ട്, നാട്ടുകാരോടുണ്ട്, ഈ സമൂഹത്തോടും ഈ സമുദായത്തോടും ഇതര സമുദായത്തോടും ജീവജാലങ്ങളോടുമുണ്ട്, ഈ ഭൂമിയോടുണ്ട്. എല്ലാ കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുമ്പോഴേ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ, അമാനത്ത് വീട്ടിയവനാവുകയുള്ളൂ. ഈ കടമകളും കടപ്പാടും അല്ലാഹു നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. ഇത് വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയെ നോക്കുന്നില്ല, അവരെ വിഷമത്തിനും സങ്കടത്തിലും തന്നെയാണ്. അവൾക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം നൽകുന്നില്ല, പാർപ്പിട സൗകര്യം കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ടുന്ന ഭക്ഷണം നൽകുന്നില്ല, അവളെ ബുദ്ധിമുട്ടിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, സ്നേഹം പകർന്നു കൊടുക്കുന്നില്ല. ഭക്ഷണം കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, സ്നേഹം പകർന്നു കൊടുക്കണം, അത് നൽകിയില്ല, അപ്പോഴും നമ്മൾ അമാനത്ത് വീട്ടുന്നവനായിട്ടില്ല. ഭാര്യയോടുള്ള കടമകൾ വീട്ടണം, മക്കളോടുള്ള കടമകൾ വീട്ടണം, കുടുംബത്തോടുള്ള കടമകൾ വീട്ടണം, അയൽവാസികളോടുള്ള കടമകൾ വീട്ടണം, സമൂഹത്തോട്, സമുദായത്തോട്, ഇതര സമുദായത്തോട് എന്ന് വേണ്ട സർവ്വജീവജാലങ്ങളോടുമുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ ലാ ഈമാന ലിമൻ ലാ അമാനത ലാ. ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന അമാനത്തുകളെ കാത്തു സൂക്ഷിക്കാത്ത ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ അവർ ഈമാനില്ലാത്തവരാണ്, വിശ്വാസമില്ലാത്തവരാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലാ ഈമാന ലിമൻ ലാ അമാനത ലാ. മക്കളോടുള്ള കടമകൾ കടപ്പാടുകൾ പൂർത്തീകരിക്കാത്ത സഹോദര സഹോദരി, 4-5 മക്കളുണ്ടായിട്ടും അവരെ നിസ്കരിക്കാൻ ശ്രദ്ധിപ്പിക്കാത്തവരെ, അവരെ ഖുർആനിന്റെ
അള്ളാഹുവിന്റെ വഴിയിലേക്ക് പറഞ്ഞു വിടാത്ത രക്ഷിതാക്കളെ, അവരെ ദീൻ പഠിപ്പിക്കാത്തതാകുന്ന മാതാപിതാക്കളെ, മദ്രസകൾ തുറക്കുകയാണ്, പ്രിയപ്പെട്ടതാകുന്ന മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞു വിടാത്തവരെ, തുറന്ന മദ്രസകളിലേക്ക് കൃത്യമായി പറഞ്ഞു വിടാത്തതാകുന്ന രക്ഷിതാക്കളെ, ആഴ്ചയിൽ ഒരു ട്യൂഷൻ വെച്ചിട്ട് മക്കളെ പഠിപ്പിച്ചു കൊള്ളാമെന്ന് അവകാശപ്പെടുന്നതാകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകൾ ഏറ്റവും അനിവാര്യമായതാണ്. അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ലാ ഈമാൻ ലിമൻ ലാ അമാനത ലാ, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വിശ്വാസം അവൻ കൈമുതലാക്കിയിട്ടില്ല, അമാനത്ത് നിർവഹിക്കാത്തവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലാ ദീന ലിമൻ ലാ അഹദ ലാ, കരാറുകൾ ചെയ്തവരെ, കരാറുകൾ പൊളിച്ചു കളയുന്നതാ ഏതൊരു സഹോദരനുണ്ടോ, ആ പള്ളിക്ക് കൊടുത്തുകൊള്ളാം, മദ്രസയ്ക്ക് കൊടുത്തുകൊള്ളാം, മഖാമിന് കൊടുത്തുകൊള്ളാം, യതീംഖാനയ്ക്ക് കൊടുത്തുകൊള്ളാം, ഇന്നത് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ ചെയ്തവരെ, ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാത്തതാണ് നീ നിലകൊള്ളുന്നത് എങ്കിൽ നീ ദീനില്ലാത്തവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ദീൻ ഇല്ലാത്തവനാണ് വാഗ്ദാനങ്ങൾ പൊളിച്ചു കളയുന്നവൻ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇലക്ഷൻ വരുമ്പോ ഒരുപാട് ആളുകൾ വാഗ്ദാനം ചെയ്യും, വഴി വേണം, വഴി തരാം, അത് തരാം, ഇത് തരാം, എല്ലാം പറയും. ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ഹലാസ്. വാഗ്ദാനങ്ങൾ പൊളിക്കുന്നവൻ ദീനില്ലാത്തവനാണ്. മുസൽമാനാണോ ഏറ്റവും വലിയ അപകടമാണ് ചെയ്യുന്നത്. പഞ്ചായത്ത് മെമ്പറിനായാലും ഏത് മത്സരത്തിന് നിന്ന് കൊടുത്താലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തീകരിക്കണം, ഇല്ലെങ്കിൽ ദീനില്ലാത്തവനാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാഗ്ദാനങ്ങളെ മുഴുവനും പൂർത്തീകരിച്ച വ്യക്തിയാണ് ആര്? മഹാനായ സയ്യിദുനാ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. എല്ലാ അമാനത്തുകളെയും സൂക്ഷിച്ച വ്യക്തി. അദ്ദേഹത്തെ പോലെ ആകാനാണ് ഞാൻ കുതിക്കുന്നത്. ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ നമ്മുടെ അമാനത്ത് സൂക്ഷിച്ചവരാണോ? അള്ളാഹു നമുക്ക് അമാനത്തായി നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട മക്കളോടുള്ള കടമകൾ, കടപ്പാടുകൾ പൂർത്തീകരിച്ചോ? ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്തു, ആത്മീയത വേണ്ട എന്ന് വെച്ചവർ ധാരാളമില്ലേ? മക്കളെ മദ്രസയിൽ കൃത്യമായി പറഞ്ഞുവിടാൻ തയ്യാറാകാത്ത ആധുനിക നവമുസ്ലിമീങ്ങളായി ഇന്നത്തെ തലമുറയിലെ വിശ്വാസികൾ മാറിയില്ലേ? മദ്രസ വിടൂല, ആഴ്ച 2 ദിവസം ട്യൂഷൻ വെക്കാം. മദ്രസ വിടൂല. +2 തരം വരെ മദ്രസയിൽ നിന്ന് മക്കളെ കൃത്യമായി മദ്രസയിൽ വിടാത്ത രക്ഷിതാക്കൾ ഇന്ന് അധികമുണ്ട്. ഒരുപാട് ആളുകൾ അത്തരത്തിലേക്ക് മാറി വരികയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ദീൻ കൊടുക്കുന്നില്ല, ഭൗതികത്തിന് എത്രയോ താല്പര്യം, അതിന് ഏത് തലത്തിലും വിടും, എത്ര വയസ്സെത്തിയാലും വിടും. മറ്റത് ആത്മീയമാകുന്ന വിദ്യാഭ്യാസത്തോട് വിരക്തി, അതിനോട് താല്പര്യക്കുറവ്, അതാകാൻ പാടില്ല പുതിയ തലമുറയ്ക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ജില്ല ഇൽമിനെയും ഇൽമിന്റെ അഖിലുകാരെയും ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അറിവ് സായുക്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന നമ്മൾ, നമുക്ക് ആകെ കൂടിയുള്ളത് ഈ ഖുർആൻ ഓതാൻ അറിയലാണ്, നമുക്ക് ആകെ കൂടിയുള്ളത് ഈ നിസ്കാരമാണ്, നമുക്ക് ആകെ കൂടിയുള്ളത് ഈ ദിക്റും ഔറാദുമാണ്, ഈ ദീനി ചിട്ടയിലുള്ള ജീവിതമാണ്. അത് പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുത്തിട്ടില്ല എങ്കിൽ വലിയ ആപൽ ഘട്ടമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. കണ്ടില്ലേ നിങ്ങൾ, ചെറിയ പെൺകുട്ടികൾ പോലും ലെസ്ബിയനായി ജീവിക്കുന്ന കാലഘട്ടം. സ്ത്രീകളെ തന്നെ വിവാഹം കഴിച്ച് സ്വവർഗരതി അനുരാഗികളായി, എനിക്കെന്റെ പ്രിയപ്പെട്ട ഭാര്യയായി, എനിക്കെന്റെ പ്രിയപ്പെട്ട ഇണയായി, സഖിയായി, തുണയായി, ഇവളെ തന്നെ മതി എന്ന് പറഞ്ഞ് സ്വന്തം കൂട്ടുകാരിയെ ഭോഗിക്കുന്ന തരത്തിലേക്ക് 10ാം ക്ലാസും +1 പഠിക്കുന്ന പെൺകുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ലെസ്ബിയനായി ജീവിക്കുന്ന കാലഘട്ടം. 8ലും 9ലും പഠിക്കുന്ന ആൺകുട്ടികൾ തന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായി ഭോഗം നടത്തി സ്വവർഗരതി അനുരാഗിയായി, എനിക്ക് എന്റെ കൂട്ടുകാരനെ തന്നെ മതി, വിവാഹം കഴിച്ച് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ആ രീതിയിൽ ജീവിക്കാൻ വേണ്ടി കോടതി മുറിയിലേക്ക് പേപ്പറുമായി ഇറങ്ങിപ്പോയി ഓർഡർ വാങ്ങിച്ചിട്ട് ജീവിക്കാൻ വെമ്പൽ കൊള്ളുന്ന മുസ്ലിം സഹോദരങ്ങളുള്ള കാലഘട്ടം. നിക്കാഹുർ റജുലി അർ-റജുല വനിക്കാഹുൽ മർഅതി അൽ-മർഅത. ഇതങ്ങൾ പറഞ്ഞതാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്ന് ലോകം കാണുകയാണ് മിൻഹാ നികാഹുർ റജുലി റജുലാ വനികാഹുൽ മർഅതി അൽ മർഅതാ. വിജ്ഞാനം ഈ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുമ്പോ ലോകാവസാനം ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. നികാഹുർ റജുലി റജുലാ, പുരുഷന് പുരുഷനുമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം കടന്നു വരുമേ, ഗേകളായി ജീവിക്കുന്ന കാലഘട്ടം കടന്നു വരുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ വനികാഹുൽ മർഅതി അൽ മർഅതാ, സ്ത്രീകൾ സ്ത്രീകളുമായി ഭോഗിച്ചുകൊണ്ട് നിലകൊള്ളുന്ന കാലഘട്ടം കാണാതെ ലാ തഖൂമുസ്സാഅ ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കില്ല അവസാനിക്കില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിലെ മിമ്പറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത് ഇന്ന് ഈ സമൂഹം നേർക്ക് നേരെ കാണുകയല്ലേ. ഇന്ന് ഈ തലമുറയിലെ മക്കൾ മോശപ്പെട്ട ലതികേടയിലേക്ക് പോയില്ലേ, ലൈംഗിക ഇതിവൃത്തമായി ജീവിക്കുകയല്ലയോ. നമ്മളെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെയേറെ വിഷയമായി സ്ത്രീകളുടെ ഭാഗത്ത് കുട്ടികൾ ബക്കറ്റായിട്ട് വരുന്നുണ്ട്. ഇതുവരെ പോയില്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നവേം പോയി അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ സ്ത്രീകളും ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ സഹകരിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും അവരവരുടെ വർഗക്കാരുമായി മാത്രം ഭോഗം ചെയ്ത് ജീവിച്ച് സുഖം കൊണ്ട് അനുഭവിക്കുന്ന കാലഘട്ടം വരും. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്ന് ഈ തലമുറയിൽ പുലർന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ആത്മീയമായ അറിവിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അതൊരു വിഷയമല്ല. ഇന്ന് കലാലയത്തിലേക്ക് നമ്മൾ വിടുകയാണ് മക്കളെ. എന്താണ് ഭൗതിക കലാലയത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത്? കോളേജിലേക്ക് എത്തുമ്പോൾ കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെ പുതിയ മത്സരത്തിൽ പുതിയ കുട്ടികളെ വരവേൽക്കുന്ന ചിത്രങ്ങൾ, ഒരാണും പെണ്ണിന്റെയും ചിത്രം വരച്ചിരിക്കാൻ, രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പുണർന്നുകൊണ്ട് ലിപ് ലോക്ക് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ഫോട്ടോ കൊടുത്തിരിക്കാൻ, ചുണ്ടുകൾ തമ്മിൽ കോർത്തിണക്കി ചുംബിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഫോട്ടോ. അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് മതത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാം, സ്വതന്ത്രരായി നമുക്ക് ഒന്നിച്ച് പറക്കാം. BA-ക്കും MA-ക്കും ഒക്കെ പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകുമ്പോൾ കോളേജിന്റെ വാതിക്കൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളാണ്. നവമാധ്യമങ്ങൾ പ്രചരിച്ചതാണ്. കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ക്യാമ്പസുകളിലുള്ള രാഷ്ട്രീയ പ്രമുഖരും അല്ലാത്ത ആളുകളും അവിടെയുള്ളവരും ഒക്കെ കുട്ടികളെ, നവാഗതരാകുന്ന കുട്ടികളെ സ്വാഗതം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആണും പെണ്ണും ചുംബിച്ചു നിൽക്കുന്ന ഫോട്ടോ വരച്ചിട്ട് അതിനടിയിൽ എഴുതി വെച്ചിരിക്കണം എന്ത്? മതത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയാം എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും ഒന്നും വേണ്ട, അല്ലാഹുവും റസൂലും ഒന്നും വേണ്ട. നമുക്കിങ്ങനെ സ്വതന്ത്രരായി പറന്ന് നടക്കാം. അഥവാ ഇതുപോലെ ചുംബിച്ച് കമിതാക്കളായി രതിക്കരടയിൽ ഏർപ്പെട്ടുകൊണ്ട് നടക്കാമെന്ന് തലമറച്ചുകൊണ്ട് മാറുമറച്ച് ശരീരത്തിന്റെ നഗ്നമറച്ച് +2 വരെ വിദ്യാഭ്യാസം നുകർന്നിട്ട് മതവിദ്യാഭ്യാസം നുകർന്നതാകുന്ന ഒരു പെൺകുടി ഭൗതിക ലോകത്തിന്റെ വാതാനങ്ങൾ തുറന്നുകൊണ്ട് ക്യാമ്പസുകളിലേക്ക് കയറി ചെല്ലുമ്പോ കാണുന്നതാകുന്ന കാഴ്ചയാണിത് എങ്കിൽ എന്താണ് ഈ ഭൗതിക വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? മനസ്സിലാകുന്നില്ല. ഇത്തരത്തിലുള്ള റതിക്രേഡയിലേക്ക്, ലൈംഗികമാകുന്ന ഇതിവൃത്തത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞുവിടേണ്ടതുണ്ടോ? ചിന്തിക്കുക. ഈ അടുത്ത ഒരു ക്യാമ്പസിലെ ചിത്രം എല്ലാ സ്ഥലങ്ങളിലും പ്രസിദ്ധമായി, സോഷ്യൽ മീഡിയയിലൊക്കെ. പ്രേമലേഖനങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഫിറ്റ് ചെയ്തിരിക്കുക ക്യാമ്പസ്. അപ്പൊ കയറി ചെല്ലുന്ന കുട്ടികൾ പ്രേമം മറ്റൊരുത്തനോട്, ഒരു പെണ്ണിന് ആണിനോടും ആണിന് പെണ്ണിനോടും തുറന്നു പറയാൻ പറ്റാത്തതാകുന്ന ആളുകൾക്കൊക്കെ ആ കത്ത് ഇവിടെ കൊണ്ടുപോയിടാം. ആ ഉമക്കത്തൊക്കെ ഇവിടെ കൊണ്ടുപോയിടാം. ഉമാര് വഹിക്കും. എന്നിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കും. ഇത് കറക്റ്റ് ചെയ്ത് ദൂതന്മാരായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ അവര് പെട്ടിയായിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ കാത്തിരിക്കുകയാണ് ക്യാമ്പസുകൾ. അവ പെണ്ണിട്ട് കൊടുക്കാൻ മടിയാണ്. കാലഘട്ടമാണ്, നിർബന്ധമായി മക്കൾക്ക് നൽകണം. അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കളൊക്കെ നല്ലതുപോലെ പഠിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയം കൊയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതൊക്കെ വേണം. പക്ഷേ ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്കഡോ. വല്ലാത്തൊരു വാക്കാണ്. ആത്മീയമാകുന്ന വിദ്യാഭ്യാസത്തിൽ ഊന്നിയതായിരിക്കണം ഈ ഭൗതികത. സുബഹിയില്ല, ളുഹറില്ല, അസറില്ല, മഗ്രിബില്ല, നിസ്കാരമൊന്നുമില്ല. IAS എടുത്തിട്ടുണ്ട്, ഒരു കാര്യമില്ല. കുത്തിയിട്ട് അതിനകത്ത് ഇടാം.
കുറെ പഠിക്കുന്നതിലൊന്നും കാര്യമില്ല. അള്ളാഹും റസൂലും നിനക്ക് എന്ത് പഠിപ്പിച്ചു തന്നോ ആ ആദർശ വിശുദ്ധി നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ യാതൊരു കാര്യമില്ല. ളുഹറില്ല, അസറില്ല, നിസ്കാരമില്ല, നീ കുറെ വിദ്യാഭ്യാസം നുകർന്നു, അതുകൊണ്ടൊന്നും ദുനിയാവും ഗുണപ്പെടൂല, ആഖിറത്തിനും എവിടെ എത്തൂല. പഠിച്ചു വെച്ചു. നിസ്കാരങ്ങൾ ചിട്ടയാവണം. നമ്മുടെ പുതിയ തലമുറകൾക്ക് വാപ്പ കൈമാറി കൊടുക്കണം. വാപ്പ നിസ്കരിക്കാൻ മഗ്‌രിബിനും ഇശായിനും പള്ളിയിലേക്ക് പോകുമ്പോ ആൺമക്കളെ ചേർത്ത് പിടിച്ച് പള്ളിയിലേക്ക് ജമാഅത്തിന് കൊണ്ടുവരണം, നിസ്കരിപ്പിക്കണം നമ്മൾ. അല്ലാതെ മകനോട് പള്ളി എന്ന് പറയലല്ല. അതെപ്പോഴാ പറയല്? റമദാനിലെ 17-ാം രാവിനും 25-ാം രാവിനും 2 പൊതി എക്സ്ട്രാ കിട്ടും, മകനും കൂടെ പോയി. അതിന് മാത്രം വാപ്പ മകനോട് പറയും പള്ളി. അല്ലാതെ പള്ളി പോകാൻ വാപ്പ ഇന്നുവരെ പറഞ്ഞത് ഓർമ്മിപ്പിച്ചതായിട്ട് ചരിത്രമില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. സുബൈക്ക് വിളിക്കണം, വാപ്പ എഴുന്നേൽക്കണം, സുബൈക്ക് മകനെ ചേർത്ത് പള്ളിയിലേക്ക് പോകണം. മറ്റു വഖത്തുകൾക്ക് നാട്ടിലുണ്ട്, സ്കൂൾ അവധിയുടെ സമയമാണ്, ളുഹറിനും അസ്റിനും ഒക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ ചേർത്ത് വിളിച്ചുകൊണ്ട് പോകണം. ഉമ്മ മുസല്ല വിരിക്കുമ്പോ മകളെ ചേർത്ത് വിളിക്കണം. അവളവിടെ ടി വി ആണ്, ഓഫ് നിസ്കരിക്കാം, നിസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കണം. മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓഫ് ചെയ്ത് വെക്കുക, മോളെ നിസ്കരിച്ചിട്ട് പോ. ഒരുമിച്ച് നിസ്കരിക്കാൻ വേണ്ടി ഉമ്മ മകളെ ക്ഷണിക്കണം. ഒരുമിച്ച് നിസ്കരിക്കട്ടെ. ളുഹറും അസ്റും മഗ്‌രിബും ഇശാഉം ഒക്കെ ഉമ്മ മകളോടൊപ്പം ചേർന്ന് നിസ്കരിക്കട്ടെ. ഉമ്മയുടെ നിസ്കാരത്തിന്റെ രീതിയും കോലവും കണ്ട് മക്കൾ നല്ലതുപോലെ നിസ്കാരം പഠിക്കട്ടെ. കൈ എങ്ങനെ വെക്കണം, കാലെങ്ങനെ വെക്കണം, എങ്ങനെയാണ് റുക്കൂഅ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്. ഞാൻ ഈ അടുത്ത് തറാവീഹിന് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വന്നപ്പോൾ വിരൽ ഇങ്ങനെ വെച്ച് എന്ന് പറഞ്ഞാൽ ഫുള്ള് കൈ മലത്തൂത്തുന്നില്ല, ഷോയ്ക്ക് ഇങ്ങനെ വെച്ചു. പടച്ചോന്റെ മുന്നിൽ പോലും നേരെ വെക്കുന്നില്ല, 4 വിരൽ മാത്രമേ. സുജൂദ എങ്ങനെയെങ്കിലും നിസ്കാരം തിരിച്ച് നിർത്തിപ്പിച്ചാൽ മതി. നമ്മുടെ മക്കളൊക്കെ യഥാർത്ഥ രീതിയിൽ നിസ്കരിക്കുന്നുണ്ടോ? കൈവിരലുകൾ കറക്റ്റ് ആയിട്ട് കിബിലയ്ക്ക് നേരെ വെക്കുന്നുണ്ടോ? അത് പൂർണ്ണമായി നിലത്ത് പതിപ്പിക്കുന്നുണ്ടോ? കൈപ്പത്തി പരിപൂർണമായി. കാലിന്റെ വിരലുകൾ 5 വിരലുകൾ കിബിലയിലേക്കായി മടക്കി കൃത്യമായി വെക്കുന്നുണ്ടോ? സുജൂദിന്റെ സമയത്ത് കൈ കെട്ടുന്ന സമയത്ത് കൃത്യമായിട്ടാണോ കൈ കെട്ടാറുള്ളത്? നെഞ്ചിന്റെ താഴ്ഭാഗത്ത്, പുക്കളിന്റെ മുകൾ ഭാഗത്ത് ശാഫി മദ്ഹബിൽപ്പെട്ടതാകുന്ന വ്യക്തിത്വങ്ങൾ അവർ അതിൻ്റെതാകുന്ന രീതിയിൽ തന്നെ കൈ കെട്ടാറുണ്ടോ? കൈകൾ 2 ചുമരിന്റെ നേരെ നിവർത്തിയിട്ടാണോ കൈ താഴ്ത്തിയിടാറുള്ളത്? സമയല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോൾ എങ്ങനെ? പലരും സമയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം കൈ ഇങ്ങനെ താഴേന്ന് പിന്നെ പതുക്കെ മേലോട്ട് കൊണ്ടുവരും. അങ്ങനെയല്ല, നമ്മൾ റുക്കൂയിൽ നിന്ന് സമയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ തന്നെ റുക്കൂയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ എങ്ങോട്ട് വരണം? 2 കൈയും ചുമലിന് നേരെ വരണം. സമയല്ലാഹു ലിമൻ ഹമിദ. അങ്ങനെയല്ല, കൈ മുട്ടലിന് അവിടെ തന്നെ നേരെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ആദ്യം തന്നെ സമയല്ലാഹു ലിമൻ ഹമിദ, എന്നിട്ട് പിന്നെ കൈ ഉയർത്തി താഴ്ത്തി. അങ്ങനെയല്ല. പല ആളുകളും ആ വിഷയത്തെ നിസ്കാരമൊക്കെ പറയാനാണെങ്കിൽ ദിവസങ്ങളോളം പറയേണ്ടി വരും. ഞാനിപ്പോ ഒരു വിഷയം പറഞ്ഞു മാത്രം നമ്മൾ ശ്രദ്ധിക്കാം. നബിതങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിസ്കരിക്കുന്നത് കണ്ടിട്ട് എന്റെ നിസ്കാരം അതേപോലെ നിങ്ങൾ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണേ. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ ഉസ്താദുമാരെ കണ്ട് അവരുടെ നിസ്കാരം മാതൃകയാക്കണം, കണ്ടു പഠിക്കണം. കാരണം അങ്ങനെയാണ്, കണ്ടുപഠിക്കണം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല, കണ്ട് കൃത്യമായി പഠിക്കണം, അടയാളപ്പെടുത്തണം. നബി തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, സ്വഹാബത്ത് അത് താബീങ്ങൾക്ക് പഠിപ്പിച്ചു, തബഉ താബീങ്ങൾ, അഇമ്മത്തുകൾ അങ്ങനെ തുടർന്ന് വന്നതാകുന്ന അമാലുകൾ അത് അതേപോലെ തന്നെ തുടർത്തിക്കൊണ്ടുവരണം. ഞാൻ നിർത്തുന്നു, ഒരു വിഷയം മാത്രമാണ് ഈ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മളെ മക്കളോടുള്ള അമാനത്ത് സൂക്ഷിച്ചവരാണോ? റമദാനിൽ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിലേക്ക് നൽകി. ആ റമദാനിലോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ചവരാണോ? സക്കാത്തുകൾ വീട്ടിയിട്ടുണ്ടോ? നോമ്പുകൾ അനുഷ്ഠിച്ചവരാണോ? കൃത്യമായി ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഈ വർഷത്തേതാകുന്ന ഹജ്ജിന് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള എത്ര സഹോദരങ്ങളുണ്ട്? സമ്പത്ത് കൊണ്ട് കഴിവുള്ളവർ, ശരീരം കൊണ്ട് കഴിവുള്ളവർ, വഴിയാലും മുതലാലും എല്ലാ നിലക്കും അല്ലാഹു കഴിവ് നൽകിയിട്ട് പോലും പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് പോകാതെ ഇപ്പോഴും മനസ്സ് പഠിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഈ സമുദായത്തിലില്ലേ? നമ്മൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളതാകുന്ന, വിശ്വസിച്ചേൽപ്പിച്ചതാകുന്ന അമാനത്ത് പൂർത്തീകരിച്ചവരാണോ? ചിന്തിക്കാൻ അല്ലെന്ന് പറയേണ്ടി വരും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സൗഭാഗ്യമാണ് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് അമീനു ഹാദിഹിൽ ഉമ്മ.
ഈ സമുദായത്തിന്റെ വിശ്വസനാണ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടയാളപ്പെടുത്തിയതാണ്. അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടാമതായി ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതാകുന്ന രണ്ടാമത്തെ കൂട്ടുകാരനാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ആദ്യ ഗവർണറാണ്. യമനിലെ ഗവർണറാണ് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെ അദ്ദേഹത്തെ യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞു വിടാൻ, നീ യമനിൽ പോകണം, അവിടെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകൂല. ആര്? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. എന്താ പോവാത്തത്? നബിയെ, തങ്ങൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട നാട്ടിൽ ജീവിച്ചിരിക്കെ തങ്ങളോടൊപ്പമുള്ള ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ യമനിലേക്ക് പോയാൽ തങ്ങളോടൊപ്പമുള്ള ദുഹർ അസർ ജമാഅത്ത് എല്ലാം പോവാ. തങ്ങളോടൊപ്പമുള്ള സുഹബത്ത് എനിക്ക് നഷ്ടപ്പെടുക, ഞാൻ പോകൂല. അതുകൊണ്ട് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ഞാൻ പോകുന്ന പ്രശ്നമില്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ വാക്ക് പഠിക്കാത്ത ഒരൊറ്റ ആലിമുമില്ല, ഒരൊറ്റ മുതഅല്ലിമുമില്ല. എല്ലാവർക്കും അറിയാം. ഇന്നും വാദ് പറയാൻ എല്ലാവർക്കും പ്രചോദനദായകമാകുന്നത്, ഇന്നും ഉസ്താദുമാർക്ക് പ്രസംഗിക്കാനും മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാനും മദ്രസകൾ വിജ്ഞാനം പകർന്നു കൊടുക്കാനും മുഅല്ലിമീങ്ങൾക്കും എല്ലാവർക്കും ഹൃദയത്തിൽ താല്പര്യം വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പ്രബോധന ദൗത്യത്തിന് മടിച്ചു നിന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാതിൽ മൊഴിഞ്ഞു കൊടുത്ത ഈ ഒരൊറ്റ വാക്യമാണ്. എന്താണ് അതിന്റെ അർത്ഥം? لا يهدي الله بك رجلا واحدا خير لك من الدنيا وما فيها. ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും കരണീയമായത്, ഏറ്റവും ഉത്തമമായത് നീ മുഖേന ഒരാള് സന്മാർഗത്തിലേക്ക് വരലാണ് കേട്ടോ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി. ഈ മുഹമ്മദ് ഈ ദുനിയാവിലെ ഒരു വസ്തുവാണ്. ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും നിന്റെ കൈവെള്ളയിൽ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും കരുണീയമായത് നീ മുഖേന ഒരാൾ ഹിദായത്തിലേക്ക് വരലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യം കേട്ടുകൊണ്ട് പോകാൻ തയ്യാറാവുകയാണ്. ഒരൊറ്റ വാക്യമാണ് ബഹുമാനപ്പെട്ടവർ അവരുടെ കുതിരയുടെ കടിഞ്ഞാണിനെ യമൻ ഭാഗത്തേക്ക് തിരിച്ചു നിർത്തിയത്. പോകാൻ റെഡിയായി. പറഞ്ഞു, അവിടെ ചെന്നാൽ ആദ്യം നീ അള്ളാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വാസമുള്ളവരാക്കി മാറ്റുക. തൗഹീദിൽ അചഞ്ചലമായി ജനങ്ങളെ നിലനിർത്തുക, ഈമാനുള്ളവരാക്കുക. ഓക്കെ. രണ്ടാമതായി അവരോട് കൽപ്പിക്കേണ്ടത് നിസ്കാരം കൊണ്ടാണ്. മൂന്നാമതായി അവരോട് കൽപ്പിക്കേണ്ടത് സക്കാത്ത് കൊണ്ടാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ചോദിച്ചു, ബിമ തഖ്ലി യാ മുആദ്, നീ അവിടെ പോയാൽ എങ്ങനെയാണ് നീ ഇസ്ലാമികമാകുന്ന വിധികൾ നടപ്പിലാക്കുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബി കിതാബില്ലാഹി, അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് ഞാൻ വിധി നടപ്പിലാക്കും. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജനങ്ങൾക്ക് വിധി പറഞ്ഞു കൊടുക്കും. അള്ളാഹുവിന്റെ കിതാബിൽ നീ ആ തേടിയത് എത്തിച്ചില്ലെങ്കിലോ നീ എന്ത് ചെയ്യും മുആദേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഫബി സുന്നത്തി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്ത്, തങ്ങളുടെ എല്ലാ സുന്നത്തുകളും ഞാൻ നോക്കും, എന്നിട്ട് അതുകൊണ്ട് ഞാൻ വിധിക്കും. നബി തങ്ങൾ ചോദിച്ചു, ഫഇല്ലം തജിദു ബി കിതാബിൻ ഫി സുന്നത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലും നീ എത്തിച്ചിട്ടില്ലെങ്കിൽ നീ എങ്ങനെയാണ് വിധിക്കുക? അദ്ദേഹം പറഞ്ഞു, ഞാൻ അജ്തഹിദു ബി റഈ, ഞാൻ ഖുർആനും ഹദീസും കൊണ്ട് ഗവേഷണം നടത്തും, ഇജ്തിഹാദ് ചെയ്യും. സ്വഹാബിയാണല്ലോ, മുജ്തഹിദാകും, ഇജ്തിഹാദ് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ സന്തോഷത്തോടുകൂടി പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ വഫഖ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട യമനിലേക്ക് പോയതാകുന്ന ഈ സ്വഹാബി
അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി ലിമാ യുഹിബ്ബുഹു വയർളാ. അല്ലാഹുവിന്റെ സംതൃപ്തിയിലും പൊരുത്തത്തിലുമാക്കിക്കൊണ്ട് റബ്ബിന്റെ മഹോന്നതമാകുന്ന പൊരുത്തത്തിലാക്കി യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി നിയോഗിച്ചതാകുന്ന മുആദിന് അല്ലാഹുവേ സർവസ്തുതിയും, അൽഹംദുലില്ലാഹ് അല്ലാഹു നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾ അവിടെ കൂടിയ സഹാബത്തിനോട് പറഞ്ഞു, അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ മദ്ഹ് ചൊല്ലാൻ ശരിക്കും ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞത് ഒരു സഹാബിയെ കുറിച്ചൊരു മദ്ഹാണ്, അബൂ ഉബൈദയെ കുറിച്ച്. ഈ സമുദായത്തിന്റെ വിശ്വസ്തനാണ്. നബി ആരെങ്കിലും മദ്ഹ് ചെയ്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുടെയെങ്കിലും മദ്ഹ് ചെയ്തിട്ടുണ്ടോ? മൗലിദ് ഓതിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ മറുപടിയാണ് ഇഷ്ടംപോലെ ഓതിയിട്ടുണ്ട്. അല്ലാഹു മദ്ഹ് ചെയ്തത്, സഹാബത്ത് മദ്ഹ് ചെയ്തത് ഇഷ്ടംപോലെ കാണാം. നബി തങ്ങൾ പറഞ്ഞു, അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് അബൂ ഉബൈദ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. എന്ന സമുദായത്തിൽ ഹലാൽ ഹറാമുകളെ കൊണ്ട് ഏറ്റവും നല്ല അറിയുന്നതായ വ്യക്തിയാണ് മുആദ് റളിയല്ലാഹു അൻഹു എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ സമുദായത്തിൽ ഹലാൽ ഹറാമുകളെ കൊണ്ട് ഏറ്റവും അറിയുന്ന വ്യക്തിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ടതാകുന്ന മുആദ് റളിയല്ലാഹു അൻഹു കുറിച്ച് സ്വഹാബത്ത് തന്നെ പറയാറുണ്ട്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന മുആദൻ കഇബ്രാഹീമ. മുആദ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് പ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. ഇബ്രാഹിം നബി ഒരു പ്രസ്ഥാനമാണെന്നാണ്. അതേപോലെയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സ്വഹാബത്താകുന്ന ഞങ്ങൾക്കിടയിൽ ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അത്ര അറിവുള്ള മികവുറ്റ ഒരു പണ്ഡിതനാണ്, സഹാബിയാണ്. ഹലാൽ ഹറാമുകളെ കൊണ്ട് ഏറ്റവും നല്ല അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം. അവിടെ എത്തി പ്രബോധനം തുടങ്ങി. ശരിക്കും ശ്രദ്ധിക്കണം. ഉമർ റളിയല്ലാഹുവിന് ഇഷ്ടപ്പെടാനുള്ള കാരണമാണ് ഈ പറയാൻ പോകുന്നത്. ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, യമനിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ദീനി ദഅവത്തിന് വേണ്ടി നിയോഗിച്ചതായ വ്യക്തിയാണ്. അവിടെ എത്തി ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്. ജനങ്ങളെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു പ്രവർത്തനത്തിലൂടെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുകയാണ്. അൽഹംദുലില്ലാഹ്. മുസ്ലിമായി കഴിഞ്ഞപ്പോൾ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയാണ്, നിസ്കാരം പഠിപ്പിക്കുകയാണ്. അവരെല്ലാം ഇസ്ലാമികമായ അഹ്ലുകാരായി മാറുകയാ. അവരോട് സകാത്ത് കൊണ്ട് കൽപ്പിക്കുകയാണ്. സകാത്ത് കൊണ്ട് കൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ചരിത്രമാണ്. മുആദ് റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിലെ ആദ്യ ഗവർണർ, യമനിലെ ഗവർണറാണ്. പണക്കാരിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുത്ത് പാവപ്പെട്ടവന് കൊടുക്കണം, ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം കൃത്യമായത് നിർവഹിക്കാൻ ശരിക്കും ശ്രദ്ധിക്കണം. മുആദ് റളിയല്ലാഹു തആല അൻഹു പണക്കാരിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നൽകേണ്ടതായ സക്കാത്തിന്റെ വിഹിതം കൃത്യമായി വാങ്ങിയെടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3ാമത്തെ പ്രാവശ്യം എത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അതാ പോയി തിരിച്ചു വരുമ്പോ സമ്പത്ത് മുഴുവനും തിരിച്ചു കൊണ്ടുവരുകയാണ്. യമനിലെ പണക്കാരിൽ നിന്ന് പിരിച്ചെടുത്തതാകുന്ന സക്കാത്തിന്റെ വിഹിതം അത് പരിപൂർണമായി യമനിലെ ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തതായ സക്കാത്തുമായി മദീനയിലേക്ക് വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാ, മാദാ തഫ്അലു യാ മുആദ്, എന്താണ് മുആദേ നീ ചെയ്യുന്നത്? കാരണം ഒരു നാട്ടിലെ സക്കാത്തിന്റെ വിഹിതം ആ നാട്ടിലുള്ള പാവപ്പെട്ടവന്റെ വിശപ്പടക്കേണ്ടതല്ലേ, അവിടെയുള്ളവർക്ക് നൽകേണ്ട വിഹിതമല്ലേ? നീ
ഇതുമായി എന്തിനാണ് മദീനയിലേക്ക് വന്നത്? മുആദ് റളിയല്ലാഹു അൻഹു ഉടനെ പറയുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനെ, യമനിലെ നാട്ടിൽ ഒരു പാവപ്പെട്ടവൻ ഇല്ലേ? ഇല്ല. എല്ലാവരും സകാത്ത് നൽകുകയാണ്, കൊടുക്കാനുള്ള അവകാശമില്ല. ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീൻ വബിനി സബീൽ. അല്ലാഹുവിന്റെ യാത്രക്കാരില്ല, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെടുന്നതായ ആളുകളില്ല, ഹലാലായ യാത്ര ചെയ്യുന്നതാകുന്ന യാത്രക്കാരില്ല, പാവപ്പെട്ടവനില്ല, ഫഖീറില്ല, മിസ്കീനില്ല. ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നതായ പുതുവിശ്വാസികളുമില്ല, ഒരു കടബാധിതയുമായി നിലകൊള്ളുന്നതായ ആളുകളില്ല, ഒരാള് പോലും സക്കാത്തിന്റെ അവകാശികളില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ പണവുമായി ഞാൻ ഇതാ മദീനയിലേക്ക് വരുന്നത്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വർത്തമാനം കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ മൂക്കത്ത് വിരല് വെച്ച് പോയി. എത്ര സുസ്ഥിരമായ ഭരണമാണ്, ഭരണമാ. യമനിലേക്ക് ഇസ്ലാമിക ദൗത്യത്തിന് പറഞ്ഞു വിട്ട വ്യക്തിയാണ്. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദീനീ ദഅവത്തിന് വേണ്ടി പോയി. കുറഞ്ഞ കാലഘട്ടം കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടം എത്തിയപ്പോ അവിടെയുള്ളതാകുന്ന സർവരെയും പണക്കാരാക്കി മാറ്റിയില്ലേ? അവർക്ക് മുഴുവനും സകാത്ത് നൽകപ്പെടുന്നതായ ആളുകളാക്കി മാറ്റുകയാ. ഒരാള് പോലും ദരിദ്രനില്ല, ദരിദ്രനില്ല. എത്ര സൂക്ഷ്മമായിട്ടാണ് വിഹിതം ചെയ്തിരിക്കുന്നത് ചിന്തിച്ചോ. സകാത്ത് പിരിച്ചെടുത്തിട്ട് സ്വന്തം തിന്നുമല്ല, പാവപ്പെട്ടവന്റെ അവകാശപ്പെട്ടത് പണക്കാരന് പിടിച്ചെടുത്ത് കൃത്യമായി കൊടുക്കുക. ഒരു നയാ പൈസ പോലും കയ്യിലെടുക്കുന്നില്ല. നമ്മളൊക്കെ ഒരാള് 5 ലക്ഷം രൂപ ഏൽപ്പിച്ചാൽ തിരിച്ചു ചോദിക്കുമ്പോ 4 തന്നുള്ളൂ എന്ന് പറയും. വേണ്ട, ഒരാള് കടം കൊടുത്താൽ മതി. കടം കൊടുത്ത് തിരിച്ചു ചോദിക്കുമ്പോ ആ ഉള്ള ബന്ധം കൂടി ഇല്ലാതാകും. നേരത്തെ നല്ല ബന്ധത്തിലായിരുന്നു, ആ ഉള്ള ബന്ധം കൂടി ഇല്ലാതാവും. തിരിച്ചു ചോദിച്ചു ആ തരാന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഞാൻ നിന്റെ പൈസയായിട്ടാണ് ജീവിക്കുന്നത്. അവസാനം കണ്ടാൽ സലാം പോലും പറയാത്ത കോലത്തിലേക്ക് പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവും. KL 14 0092 എന്ന വാഹനം കൂടി ഒന്ന് മാറ്റി കൊടുത്തു. സമ്മേളനമാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. KL 14 0092. ശ്രദ്ധിക്കണം, വേഗം നിർത്താം. സമയം കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ തീരും. 12 മണിയാകുമ്പോൾ നമുക്ക് ദുആരക്കും. അല്ലാഹു സ്വീകരിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞു, നീട്ടുന്നില്ല. ശ്രദ്ധിക്കണം. അപ്പൊ നോക്കൂ, മുആദ് റളിയല്ലാഹു അൻഹു എത്ര സൂക്ഷ്മതയാണ്. വലിയ ധനികനായ വ്യക്തി മുആദ് റളിയല്ലാഹു അൻഹു അവസാന ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോ അവരുടെ കൈവശം നയാ പൈസയില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന് തന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ച വ്യക്തി യമനിലേക്ക് പോയി. ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള സ്വർണ്ണങ്ങളും രത്നങ്ങളും പവിഴങ്ങളും ഒക്കെ കൈവെള്ളയിൽ കണ്ടു നടന്ന ബഹുമാനപ്പെട്ടവർ സ്വർണവും വെള്ളിയും ഒക്കെ സക്കാത്തിന്റെ ഇനത്തിൽ തന്റെ കയ്യിലേക്ക്, തന്റെ ഖജനാവിലേക്ക് ഇഷ്ടം പോലെ കൈവന്നിട്ട് പോലും ഒരു സ്വർണമോ ഒരു സ്വർണത്തിന്റെ മോതിരമോ എടുത്ത് കച്ചവടം ചെയ്തിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ വിശുദ്ധി പരിപൂർണമായി സമ്പത്തിന്റെ വിഷയത്തിൽ കാത്തു സൂക്ഷിച്ച ലോകങ്ങളുടെ ഏറ്റവും സമുന്നതനായ വ്യക്തി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം. ഹലാൽ ഏത്, ഹറാം ഏത് എന്ന് വ്യക്തമായി എന്റെ സമുദായത്തിൽ ഏറ്റവും നല്ലതുപോലെ അറിയാവുന്ന വ്യക്തി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഒരു നയാ പൈസ പോലും സ്വന്തം ജീവിതത്തിലേക്ക് മാറ്റിവെച്ചില്ല. സ്വർണവും വെള്ളിയും സക്കാത്തിന്റെ ഇനത്തിൽപ്പെട്ടത്, അത് കോടിക്കണക്കിനാണ് കയ്യിൽ വന്നത്. പക്ഷെ എന്നിട്ട് പോലും ഒരു മാലയോ ഒരു വളയോ ഒരു മോതിരമോ സ്വന്തം ജീവിതത്തിലേക്ക് എടുത്തു വെച്ചിട്ടില്ല. ഇതൊക്കെ നമുക്ക് വലിയ പാടാണ്, എല്ലാവർക്കും വലിയ പാടാണ്. മനസ്സിലാക്കുക,
കുടുംബത്തിന്റെ അഹിലുകാർ അവരുടെ സമ്പത്ത് സ്വന്തമായിട്ട് ഊറ്റി കുടിക്കുന്ന ആളുകളുണ്ട്. അനുജനും സഹോദരനും ബന്ധുക്കൾക്ക് വിഹിതം നൽകേണ്ടതാകുന്ന വിഹിതങ്ങൾ കൊടുക്കാതെ അവകാശപ്പെട്ടവരുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇന്നും ഈ സമുദായത്തിലില്ലേ? മറ്റുള്ളവരുടെ സ്വർണവും വെള്ളിയും അവരുടേതാകുന്ന വാഹനങ്ങളും അവരുടേതാകുന്ന ജീവിത വ്യവഹാരങ്ങളും അവരുടെ കച്ചവട സമുച്ചയങ്ങളും കാൽച്ചുവട്ടിലിട്ടുകൊണ്ട് ധരിച്ചമർത്തുന്ന മുസ്ലിമീങ്ങൾ ഈ സമുദായത്തിലില്ലേ? പഠിച്ചു വെക്കൽ മരിക്കണ്ടേ നമുക്ക്? എന്തിനാണ് ഈ ദുനിയാവ് വാരിപ്പുണരുന്നത്? ദുനിയാവിന്റെ പിറകെ ഓടേണ്ട കാര്യമില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ തന്നെ വളരെ നിസ്സാരമാണ്. നീ എത്ര ഒരുമിച്ച് കൂട്ടിയാലും അള്ളാഹു നിനക്ക് നൽകുന്നത് വളരെ ചെറുതാണ് എന്ന് ഖുർആൻ. من كان يريد حرث الدنيا نؤته منها وما كان يريد حرث الآخرة نزد له في حرثه. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, മൻകാന യുരീദു ഹറസ ദുനിയാ, ദുനിയാവിന് വേണ്ടി ഓടി നടക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ, രാവ് പകലും അധ്വാനിക്കുന്ന ചെറുപ്പക്കാരാ സോദരാ, 50, 60, 70 കൊല്ലം പ്രവാസ ലോകത്ത് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നതായ പ്രവാസികളെ, നീ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സമ്പാദ്യം അല്ലാഹുവിൻ്റെതാകുന്ന സമ്പത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോ അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ ആ ദുനിയാവ് അല്പം നാം നൽകുന്നതാണ്. നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം മുഴുവനും അല്ലാഹുവിന്റെ സമ്പാദ്യത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോ അത് വളരെ ചെറുതാണ്. എന്നാൽ വമൻ കാന യുരീദു ഹറസൽ ആഖിറ, ആഖിറമാകുന്ന പരലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരെ, നമസ്കരിക്കുന്നവരെ, നോമ്പ് നോൽക്കുന്നവരെ, സകാത്ത് കൊടുക്കുന്നവരെ, ജുമുഅയും ജമാഅത്തുകളും ശ്രദ്ധിക്കുന്നവരെ, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന സമൂഹമേ, അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിക്കുന്നവരെ, കുടുംബ ബന്ധങ്ങളെ ശ്രദ്ധിക്കുന്ന സമൂഹമേ, സമുദായമേ, യജഅൽ നസിദ് ലഹു ഫീ ഹർഫിഹി, അവന്റെ കൃഷിയിടത്തിൽ അവന്റെ ജീവിതത്തിൽ നാം ബറക്കത്ത് നൽകുന്നതാണ്. ഈ ദുനിയാവിൽ സ്വന്തമായി ജീവിതത്തെ കെട്ടിപ്പടുത്താൻ, ദുന്യവിയായ ജീവിതത്തെ വാരി പുണരാൻ ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾക്ക് എത്ര കിട്ടിയാലും എത്രയാണ് ഈ ലോകത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ളത്, അത് മുഴുവനും ആഖിറത്തിലേക്ക് നോക്കിയിട്ട് ചെറുതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മുസ്ലിമാകുന്ന നമ്മൾ ആഖിറത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാകണം. യമനിലേക്ക് ഗവർണറായി നിയോഗിച്ചതാകുന്ന ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എത്ര പാവപ്പെട്ട മനുഷ്യനായിരുന്നു, ദാരിദ്ര്യത്തിൽ കമിഴ്ന്നു പോയ മനുഷ്യനാണ്. എന്നിട്ട് പോലും സമ്പത്ത് കൈവെള്ളയിലേക്ക് സക്കാത്തിന്റെ അവകാശികൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഇത് എനിക്ക് എടുക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നേക്കാൾ ദരിദ്രരുടെ കുടിലിന്റെ മുന്നിൽ പോയി അവരുടെ വീട്ടിൽ പോയി വിളിച്ചുണർത്തിയിട്ട് അവർക്ക് നൽകാൻ തയ്യാറായ സഹാബിയല്ലേ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അവസാനം ബഹുമാനപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിച്ചിട്ട് പറയുകയാണ്, നിനക്ക് സാലിഹായ മനുഷ്യന്റെ മരണം കാണണ്ടേ? ഒരു സാലിഹായ വ്യക്തിയുടെ മരണം നിങ്ങൾക്ക് കാണണോ? മുആദ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് ചോദിക്കുകയാണ്. എല്ലാവരും പറയുകയാണ്, ഞങ്ങൾക്കൊന്ന് കണ്ടാൽ കൊള്ളാം, സാലിഹായ മനുഷ്യന്റെ മരണത്തെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമാണെന്ന് പറയുമ്പോ മുആദ് റളിയല്ലാഹു അൻഹു നേരെ വുളു എടുക്കാൻ പോയാണ്. വുളു ചെയ്തിട്ട് ഇതാ കടന്നു വരുകയാണ്. അതാ ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞ് കിടക്കുകയാണ്. വലതുവശം ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞ് കിടന്നു നോക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നീ ലം ഉഹിബ്ബ ദുനിയാ വതൂലൽ ബഖാ.
അല്ലാഹുവേ പടച്ച റബ്ബേ ഈ മുആദ് ജീവിതാന്ത്യം ഒരിക്കലും മരണം വരെ ഇങ്ങനെ കാലാകാലം ഇവിടെ മരണമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ കൊതിയുള്ള ആളല്ല ഈ മുആദ് എന്ന് നിനക്കറിയാമല്ലോ അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നി ലം ഉഹിബ്ബ ദുനിയാ വതൂലൽ ബഖാ. അല്ലാഹുവേ പടച്ച റബ്ബേ ഈ ദുനിയാവിനോട് മമതയോ താല്പര്യമോ മഹബ്ബത്തോ ഇല്ലാത്ത ഇവിടെ കാലാകാലം വസിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനാണ് മുആദ് എന്ന് നിനക്ക് അറിയാമല്ലോ അല്ലാഹ്. ഫഅഇന്നി അലാ സകറാത്തിൽ മൗത്ത്. കാലനീട്ടി കടക്കുകയാണ്, ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്, ബഹുമാനപ്പെട്ടവരുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുകയാ. ഈ ദുനിയാവിനോടുള്ള താല്പര്യമല്ല കേട്ടോ, ആഖിറത്തോടുള്ള താല്പര്യമാണ്. ഈ സക്കറാത്തിന്റെ ഹാലിൽ നീ എന്നെ ഒന്ന് സഹായിക്കണേ അല്ലാഹ് എന്ന് പറയുമ്പോഴാണ് കൂട്ടുകാര് അറിയുന്നത് മരിക്കാൻ പോകുന്ന വ്യക്തി മുആദ് റളിയല്ലാഹു അൻഹു ആണ്. വലത് കൈ മുന്നിലേക്ക് നീട്ടുകയാണ്, ആർക്കോ വേണ്ടി ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുകയാണ്. ആർക്കാണ് ഈ ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുന്നതെന്നറിയാൻ കൂട്ടുകാരിങ്ങനെ തരിച്ചിരുന്ന് നോക്കുമ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മർഹബൻ ബി ഹബീബി മർഹബൻ ബി ഹബീബി ജഅല ഫാഖാ മർഹബൻ ബി അസ്റായീൽ മർഹബൻ ബിൽ മൗത്ത്. മരണമേ സ്വാഗതമാണ്, അസ്റായീലേ സ്വാഗതമാണ്, കടന്നു വരുക കടന്നു വരുക. നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിലകൊള്ളുന്നത്. സമ്പത്തിന്റെ ഉത്തുംഗതയിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുആദ്, യമനിലെ ഗവർണറായിരുന്ന മുആദ്, അല്ലാഹുവിന്റെ റസൂൽ ദീനീ ദഅവത്തിന് വേണ്ടി അയച്ചിരുന്ന മുആദ്, ആയിരങ്ങളെ ദീനിന്റെ വഴിത്താരയിലേക്ക് കൊണ്ടുവന്ന് സംശുദ്ധ പാന്താവ് തെളിയിച്ചു കൊടുത്ത മുആദ് ഇന്നതാ മരണത്തിലേക്ക് പോകുകയാണ്. മർഹബൻ ബി ഹബീബി ജഅല ഫാഖാ. എന്റെ അടുക്കലേക്ക് നീ വരുന്നത് ദാരിദ്ര്യമായി പായണല്ലോ, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോഴാണല്ലോ നീ എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കടന്നു വരുക കടന്നു വരുക എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാമിന് ഷെയ്ഖ് ഹാൻഡ് കൊടുത്തുകൊണ്ടാണ് ഷഹാദത്ത് കലിമ ഉറക്കെ ചൊല്ലിക്കൊണ്ട് തൗഹീദിന്റെ മന്ത്രോച്ചാരണം ലോകത്ത് കാഴ്ചവെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ആ മുആദാണ് എനിക്ക് മാതൃക, എന്റെ കൂട്ടുകാരനെന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാസർഗോഡ് പൗവലിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, കോട്ടയിൽ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അല്ലാഹു നൽകിയിരിക്കുന്ന ഈമാൻ അത് പരിപോഷിപ്പിച്ചെടുക്കാൻ നീ തയ്യാറായവനാണോ? നീ യഥാർത്ഥ സ്വാലിഹായ കൂട്ടുകാരനെ കണ്ടെത്തിയവനാണോ? നീ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റേതാകുന്ന അമാനുഷികമാകുന്ന അമാനത്തുകളെ കാത്തു സൂക്ഷിച്ചവനാണോ? ദീനിന്റെ ചൈതന്യങ്ങളെ പൂർത്തീകരിച്ചവനാണോ? നമസ്കാരങ്ങളെ ചിട്ടവച്ചവനാണോ? കുടുംബ ബന്ധങ്ങളെ ചേർത്തവനാണോ? പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ള അറിവുകളെ സായക്തമാക്കാൻ നീ നിന്റെ ജീവിതത്തെ മാറ്റിവെച്ചവനാണോ? നിന്റെ മക്കളെ ദീനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ടവനാണോ? നമ്മൾ മുഖേന ഒരാളെങ്കിലും ദീനിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്ക് ആത്മീയത കൊടുത്തിട്ടുണ്ടോ? ചിന്തിച്ച് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.